ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നും സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. നാം ദൈവസന്നിധിയിലാണ് കടന്നു വന്നിരിക്കുന്നത്, ദൈവവചന ധ്യാനത്തിനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഓർത്തഡോക്സ് സമൂഹത്തിലെ ഒരു ബഹുമാനനായ വൈദികന് ഒരു മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം നമ്മോട് 10-12 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിനെ ആധാരമാക്കി മറുപടികൾ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് മുൻപോട്ട് വന്നപ്പോൾ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത ചില ഏരിയകളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ ചെല്ലുവാനിടയായി. അങ്ങനെ അധികം കടന്ന് ചിന്തിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാത്ത പല മേഖലകളുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കി. അച്ഛൻ നമ്മോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച പ്രമാദമായ ചോദ്യം എന്ന് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ കർത്താവ് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന. ആ പ്രാർത്ഥന നിങ്ങൾ എന്താണ് ചൊല്ലാത്തത്? ഞങ്ങളൊക്കെ ചൊല്ലുന്നത് പോലെ നിങ്ങൾ എന്തുകൊണ്ടത് ചൊല്ലുന്നില്ല? അതിൻ്റെ കാരണം എന്താണ്? അതിൽ വല്ല നിഷേധാത്മകതയാണോ? അങ്ങനെയൊക്കെയാണല്ലോ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറയായിരുന്നു. ആ മറുപടി അങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ അതിന് വിശദീകരണം എന്ന നിലയിൽ ആ വാക്യത്തിൻ്റെ താഴെയുള്ള വാക്യങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ എന്നുള്ള കാര്യം, പിന്നെ ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, പിന്നെ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളതാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ തുടർച്ചയെന്നോണം ആ കാര്യങ്ങളാണ് നമ്മൾ പിന്നത്തെ മെസ്സേജുകളിൽ പറഞ്ഞത്. അത് കഴിഞ്ഞുള്ള മെസ്സേജുകളിലേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ വീഡിയോകളുടെ അടിയിൽ തൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ചില കമൻസിന് നമ്മൾ മറുപടി പറയുമായിരുന്നു പിന്നീടുള്ള 1-2 ആഴ്ചകളിൽ. ആ മറുപടികൾ കേട്ട അവരുടെ സമൂഹത്തിൽപ്പെട്ട പല പ്രിയപ്പെട്ടവരും അല്പം പ്രകോപനപരമായ നിലയിലൊക്കെയുള്ള കമൻസ് അവരുടെ വകയും അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുവാനിടയായി. അതായത് യൂട്യൂബിൽ മാത്രമല്ല, നമ്മളുടെ ഫേസ്ബുക്കിലുള്ള സൈറ്റിലും ഒക്കെ അവർ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുകയുണ്ടായി. അപ്പോൾ ആ കമൻസൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കാണിച്ചിരുന്നു. അവരുടെ പലരുടെയും കമൻസ് കാണിച്ചിരുന്നു. അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന നിലയിലല്ല, യാതൊരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത നിലയിലും ഒരു ക്രിസ്തീയ മൂല്യങ്ങൾക്കും യോജിക്കുന്ന രീതിയിലല്ല അവർ കമൻസ് എഴുതിയത്. ഇപ്പം നമ്മൾ മെസ്സേജിനിടയിലിടയ്ക്ക് പറഞ്ഞു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിനെന്നുള്ള ആ വേദവാക്യം നമ്മളെടുത്ത് പറയാനിടയായി. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിനെന്ന്. അപ്പം അതിനൊക്കെയുള്ള അവരുടെ കമൻസ് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ പറഞ്ഞല്ലോ, വിസ്മയകരം തന്നെ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. വിസ്മയകരമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. നമുക്കതിന് ആൻസർ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ അങ്ങനെയൊക്കെ എഴുതുന്നത്? ബഹുമാന്യനായ ഒരു ഓർത്തഡോക്സ് ചാക്കോ ബ്രദർ, അദ്ദേഹം തൻ്റെ കമൻസിലൂടെ നമ്മെ അറിയിക്കുന്നത് യഹോവയേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് പരമശിവൻ എന്നുള്ളതാണ്. ഓക്കെ, ആ സഹോദരൻ്റെ അഭിപ്രായം അതാണ്. നമുക്കതിൻ്റെ ഉത്തരങ്ങൾ അറിയാം. ഉത്തരം എന്താ? ഇത്രയേ ഉള്ളൂ, അവർ ഇരുട്ടിലിരുന്നാണ് സംസാരിക്കുന്നത്, വെളിച്ചം അവർക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഇരുളിൻ്റെ അഭിപ്രായങ്ങളാണ് ആ പറയുന്നത്. വെളിച്ചത്തിൻ്റെ സ്വാധീനമുള്ളവർ അങ്ങനത്തെ വർത്തമാനം പറയില്ലല്ലോ. സത്യേക ദൈവത്തെ അനുഭവിച്ചവരെ സംബന്ധിച്ച അവിടെയാണ് നമ്മൾ വാക്യം പറഞ്ഞത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ മറുപടിയാണ് യഹോവയെക്കാളും. യഹോവ എന്ന് കേൾക്കുന്നവർക്ക് ദേഷ്യമാണല്ലോ, യഹോവ അവരുടെ ദൈവമല്ല. വേറെ ചിലർ വന്ന് കമൻ്റ് എഴുതിയിരിക്കുന്നത്, യഹോവയെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ ദൈവമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ എന്തെല്ലാം വിചിത്രങ്ങളായ കാര്യങ്ങളാണെന്നറിയാവോ? വിചിത്രങ്ങളായ കാര്യങ്ങൾ. 1-2 മാസം പിന്നിൽ നമ്മളൊരു മെസ്സേജിൽ പറഞ്ഞിരുന്നു, ഈ പറയപ്പെടുന്ന സമൂഹങ്ങൾക്കൊന്നും, അതായത് എപ്പിസ്കോപ്പൽ സമൂഹങ്ങൾക്കൊന്നും, വിശേഷിച്ചതിൽ ഓർത്തഡോക്സ് യാക്കോബായൊക്കെ എടുക്കാം, ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സമൂഹമാണ്, അവർക്കൊന്നും പല കാര്യത്തിലും ഐക്യമില്ല. അവരുടെ ശുശ്രൂഷ രീതികൾ നോക്കുക, അവരുടെ പള്ളികൾ നോക്കുക, അവരുടെ സകല കാര്യങ്ങൾ നോക്കുക, അതിലൊന്നും ഐക്യതകളില്ല. അതായത് പല കാര്യത്തിനും സമാനതകളില്ല. ഒരു കൂട്ടം ആൾക്കാരുടെ മേൽപ്പട്ടക്കാരിടുന്നത് കടും ചുവപ്പായ വസ്ത്രമാണ്, നീളക്കുപ്പായാണ് അവർ ധരിക്കുന്നത്. മറ്റൊരു കൂട്ടർ ചന്ദന കളറുള്ള, ഐവറി കളറുള്ള അങ്ങനത്തെയാണ് അവർ ധരിക്കുന്നത്. അപ്പം വേദപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ
പഴയ നിയമത്തിൻ്റെ ഭാഷയിൽ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനാകട്ടെ, അവിടുത്തെ പുരോഹിതന്മാരാകട്ടെ, അവർ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ കളറിനെ കുറിച്ചൊക്കെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഒരു ഡ്രസ് കോഡ് ഉണ്ടെന്ന് ഇവർ പറയുന്ന സ്ഥിതിക്കാകട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പഴയ നിയമത്തിൽ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഡ്രസ് കോഡ് അങ്ങനെ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കളർ പാറ്റേൺ ഒക്കെ പറയണമല്ലോ. ഒരാൾക്ക് ചുവപ്പ്, ഒരാൾക്ക് മഞ്ഞ, ഒരാൾക്ക് നീല, ഒരാൾക്ക് കറുപ്പ്, അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനെ ഒരു നിറമുണ്ടോ? അപ്പോൾ പിന്നെ അവിടെ ഐക്യതയുണ്ടോ? അവിടെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോട് ഓരോ കളറാണോ പറഞ്ഞു കൊടുത്തത്? ഇത് വസ്ത്രത്തിൻ്റെ കാര്യവും അതിൻ്റെ കളർ പാറ്റേണും പറയുമ്പോൾ മാത്രം പറഞ്ഞതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെയാ. ചില കൂട്ടരുടെ പുരോഹിതന്മാരുടെ തലയിൽ ടർബൻ അഥവാ തൊപ്പിയുണ്ട്, മറ്റു ചില കൂട്ടരുടെ തലയിൽ തൊപ്പിയില്ല. മേൽപ്പട്ടക്കാരുടെ തലയിലിരിക്കുന്ന തൊപ്പിക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്? നമ്മളിതൊരു ചോദ്യം നേരത്തെ ചോദിച്ചതാണ്. പരിശുദ്ധാത്മാവിലാണെങ്കിൽ ഈ രണ്ടു കൂട്ടർക്കും ഒരേ രീതിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കില്ലേ? അങ്ങനെ ഒരു വ്യത്യസ്തത വരുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം. അതിനൊന്നും മറുപടി ആരും പറഞ്ഞിട്ടില്ല. ദൈവമേ, എനിക്ക് മറുപടികളൊന്നും കേൾക്കാനിപ്പോൾ താല്പര്യമില്ല. കാരണം മറുപടികൾ കഠിനമായ മറുപടികളായതുകൊണ്ട് മറുപടി ഒന്നും വേണ്ട, ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ അച്ഛൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. ആ മറുപടി പറഞ്ഞ് മുൻപോട്ട് വരികയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ആളുകൾ എടുത്ത് ഉയർത്തിയ ചില ആശയങ്ങളുണ്ട്. നിങ്ങളുടെ ദൈവത്തിന് മാത്രം എന്താ ഇത്ര വലിപ്പം? പെന്തിക്കോസുകാരുടെ ദൈവത്തിനെ മാത്രം, ബാക്കിയുള്ളവരുടെ ദൈവത്തെയൊക്കെ നിങ്ങൾ എന്താ കൊച്ചായി കാണുന്നത്? നിങ്ങൾ അതൊക്കെ അംഗീകരിക്കാത്ത എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഒരു സാഹോദര്യം എല്ലാവരോടും ഇല്ലാത്തത്? നമുക്ക് മനുഷ്യരോട് സാഹോദര്യം ഉണ്ടെന്നുള്ളത് അവരറിയുന്നില്ല. മതങ്ങളോടൊന്നും നമുക്കങ്ങനെ വലിയ സാഹോദര്യമില്ല. പക്ഷേ ആ മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരോട് നമുക്ക് തികഞ്ഞ ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെയുണ്ട്. മതങ്ങളുടെ സംവിധാനങ്ങളും അതിൻ്റെ ആശയങ്ങളോടും അതിൻ്റെ ഉപദേശ സംഹിതകളോടൊന്നും നമ്മൾ പൊരുത്തപ്പെടുന്നവരല്ല. നമ്മൾ അതിൽ നിന്നൊക്കെ അകലം പാലിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ആ മനുഷ്യരോട് നമുക്ക് സ്നേഹ ബഹുമാനങ്ങളുണ്ട്. അവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മനോനിലയ്ക്ക് അനുസരിച്ചാണ്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ലഭിക്കപ്പെട്ടു എന്ന് പറയുന്ന അവരുടെ മതഗ്രന്ഥങ്ങൾ, അതിനെ ആധാരമാക്കിയാണ് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിനനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ആ തിരുവെഴുത്ത് നമ്മോട് എന്തു പറയുന്നു അതിനനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, അങ്ങനെ തന്നെ. നാം സേവിക്കുന്ന ദൈവം ആത്മാവായ ദൈവമാണ്. അതുകൊണ്ട് യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങ് അനുസരിക്കും. അതാണ് നമ്മുടെ രീതി. അതിന് പിന്നെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. അതങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ സഹോദരങ്ങൾ പറഞ്ഞതിന് നമ്മൾ ആ നിലയിൽ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്, യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല, ആ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ മെസ്സേജ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ മറ്റ് മാധ്യമങ്ങളിലും അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം അതൊക്കെ കണ്ടിട്ട് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് വിറലി പിടിക്കാനിടയായി. ഞാൻ ആ സമയത്ത് യൂസ് ചെയ്ത ഒരു ചുവപ്പ് നിറത്തിലുള്ളൊരു ജുബ്ബയാണ് ഇട്ടിരുന്നത്. വീഡിയോയിൽ ദർശിക്കുമ്പോൾ അത് കടും ചുവപ്പ് നിറമായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിനൊരു നോർമൽ ചുവപ്പ് നിറമേ ഉള്ളൂ. സാധാരണ ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം വൈറ്റ് കളർ ഡ്രസ്സുകളാണ്. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഐവറി കളറിൻ്റെ ഒക്കെ 1-2 ഡ്രസ്സുണ്ട്. അതല്ലാതെ ബാക്കി എല്ലാം ഓൾമോസ്റ്റ് വൈറ്റ് കളറാണ്. ഈ പറയുന്ന റെഡ് കളർ ഷർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് വളരെ സ്നേഹബഹുമാനങ്ങളുള്ള ഒരു സഹോദരൻ ഒരു സമയത്ത് അത് എന്നെ പ്രതി വാങ്ങിച്ചതാണ്. അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അപ്പോൾ ആ സഹോദരൻ ഇന്നും ഭൂമിയിലില്ല. അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു സ്മരണയുണ്ട് അതിനകത്ത്. ഞാൻ അതുകൊണ്ടത് എപ്പോഴും ഉപയോഗിക്കാറില്ലെന്നേ ഉള്ളൂ. 6 മാസം കൂടുമ്പോഴോ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഞാനത് ഇടയ്ക്ക് ഉപയോഗിക്കും. ഇടയ്ക്കത് ഉപയോഗിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലരൊക്കെ എന്താണ് ഇങ്ങനെ കടും ചുവപ്പ് നിറമുള്ള ഉടുപ്പിട്ടുകൊണ്ടിരുന്ന് പ്രസംഗിക്കുന്നതെന്നൊക്കെ ചോദിക്കാനിടയായി. ഹൃദയം കൊണ്ട് എനിക്ക് സിമ്പിൾ കളറിനോടാണ് താല്പര്യം, ലൈറ്റ് കളേഴ്സിനോടാണ് താല്പര്യം. അല്ലാതെ കടും ചുവപ്പ് നിറങ്ങളോടൊന്നും താല്പര്യമുള്ള ആളല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സ്നേഹിതന് എനിക്ക് വേണ്ടി അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അതിൻ്റെ കളറൊന്നും എനിക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റിയില്ലല്ലോ. എൻ്റെ താല്പര്യപ്രകാരമല്ല അദ്ദേഹം വാങ്ങിയത്, അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം വാങ്ങിയതാണ്. അവിടെ കിട്ടിയ കളറ് എൻ്റെ സൈസിനൊത്ത കളർ അതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അത് വാങ്ങിക്കൊണ്ട് വന്നു, ഞാനത് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ.
കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മുടെ സഹോദരങ്ങളൊക്കെ അത് പല സ്ഥലത്തുമൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് സാമാന്യം വൈറലായിട്ടുണ്ട്. ധാരാളം പേര് കണ്ടിട്ടുണ്ട്. അതിലെ പല ചോദ്യങ്ങളും അച്ഛൻ നമ്മോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്കൊരു ക്രമമില്ലാത്തവരാണ്, നിങ്ങൾ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ തിരിഞ്ഞു നിൽക്കും, തോന്നുന്നത് പോലെയാണ്, നിങ്ങൾ ആ കിഴക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞത്, അച്ചോ ഞങ്ങൾക്ക് ഒരു ക്രമമുള്ളവർ തന്നെയാണ്, അതായത് ഞങ്ങൾക്കൊരു തക്സായ ഉണ്ടെന്ന്. അതിനും ആരോ ഒന്ന് ചോദിച്ചു തക്സ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ, ക്രമമെന്ന്. അതായത് ഈ സാധാരണ സിറിയൻ ഓർത്തഡോക്സ് സമൂഹങ്ങളിൽ പെട്ടവരാണ് അവരുടെ ആ കുർബാന ക്രമത്തിന് പറയുമ്പോൾ തക്സ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കുർബാനയുടെ തക്സ എന്ന് പറഞ്ഞാൽ കുർബാനയുടെ ക്രമം, ഓർഡർ, അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആ പുസ്തകത്തിലുണ്ട്. ആ ക്രമത്തിനനുസരിച്ചാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓർഡർ എന്നുള്ളൊരു വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജിൽ, മറുപടി മെസ്സേജിൽ നമ്മൾ ഹെഡിങ് കൊടുത്തു, ഞങ്ങൾക്ക് തക്സയുള്ളവരാണെന്ന്, പെന്തക്കോസ്തുകാരായ ഞങ്ങൾക്ക് തക്സ ഉള്ളവരാണെന്ന്. പലരും അത് കേട്ടിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് കുർബാന പുസ്തകം ഉണ്ടോ? ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളോ അതിൻ്റെ ഗൗരവമോ ഒന്നും മനസ്സിലാക്കാതെയാണ് കമൻറ്റ് ചെയ്യാൻ വരുന്നത്, മറുപടികൾ പറയാൻ വരുന്നത്. നമ്മൾ പറഞ്ഞതെന്താ? നമുക്ക് ക്രമമുണ്ട്. ആ ക്രമം നമ്മൾ സ്പിരിച്വലായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സ്പിരിച്വലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെയാ? നമ്മുടെ ക്രമം എന്ന് പറയുന്നത് ഒന്ന് വീണ്ടെടുപ്പാണ്. വീണ്ടെടുക്കപ്പെട്ടവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നവനെ കർത്താവ് തൻ്റെ വാക്തത്വം പോലെ ആത്മാവിൽ നിറയ്ക്കും. അപ്പോൾ ആ നിറവിന് എന്തെങ്കിലും താമസം വന്നാൽ മടുത്തു പോകരുത്, കാത്തിരിക്കണം. പിതാവ് വാക്തത്വത്തിൽ വിശ്വസ്തനാണ്. വാക്തത്വം നിവർത്തിക്കാൻ അവിടുന്ന് ശക്തനായ ദൈവമാണ്. ആത്മാവിൽ നിന്നെ നിറയ്ക്കും. അതിന് നമ്മൾ ജനറലായിട്ട് പറയും, സഹോദര കാത്തിരിപ്പ് മുടക്കരുതെന്ന്. അങ്ങനെ പറയുമ്പോഴും ചിലർ ഒബ്ജക്ഷനുമായിട്ട് വരും. അതെങ്ങനെയാണ്? ഈ ആത്മനിറവിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വാക്തത്വമല്ലേ? അത് വാക്തത്വമല്ലേ? പിന്നെ കാത്തിരിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണെന്ന്? അതായത് രക്ഷിക്കപ്പെടുന്നവൻ സ്നാനപ്പെടണം, സ്നാനപ്പെട്ടവൻ തൽക്ഷണം ആത്മാവിൽ നിറയപ്പെടണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലത്തെ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കും ആ കാര്യം നടക്കുന്നത്. ആത്മാവിൽ നിറയ്ക്കുന്നത് ക്രിസ്തുവാണ്. അപ്പം കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ വിഷയത്തിൽ മടുത്തു പോകരുതെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. എനിക്ക് ആത്മാവിൽ നിറയാൻ പറ്റിയില്ല, എനിക്കത് ലഭിക്കില്ല, ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു പോകരുത്. പകരം ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം വിശ്വസ്തൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞങ്ങൾക്ക് ക്രമമുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ആ ക്രമത്തിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ അടുത്തടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം പറഞ്ഞു. ഇവിടെ ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് മെസ്സേജ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഞങ്ങൾക്ക് തക്സായ ഉണ്ടെന്നാണ് പറഞ്ഞത്, ക്രമം ഉണ്ടെന്ന്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അതിൻ്റെ മറുവശവും കൂടെ പറഞ്ഞു. അത് ആത്മീയമായിട്ടാണ് പറഞ്ഞതെങ്കിലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞങ്ങളുടെ കൂടിവരവിൽ വരുമ്പോൾ കുറച്ച് ആൾക്കാർ മുൻപോട്ടും കുറച്ച് ആൾക്കാർ പിന്നിലേക്കും, കുറച്ച് തെക്കോട്ടും കുറച്ച് വടക്കോട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയല്ല. പകരം അതെല്ലാം അച്ചടക്കത്തോടെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വിയോജിപ്പൊന്നുമില്ല. നിങ്ങളും എല്ലാം ആ കാര്യത്തിൽ വരുന്നത് അച്ചടക്കത്തിൽ തന്നെയാണ്. ഇന്ത്യ മഹാരാജ്യത്ത്, വിശേഷിച്ച് ഏഷ്യൻ കൺട്രിയിലൊക്കെ ആ കാര്യത്തിലൊക്കെ നല്ല അച്ചടക്കത്തിലാണ് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചു, അതെന്നാ ഈ ന്യൂ ജനറേഷൻ പെന്റിക്കോസ് ഗ്രൂപ്പുകളിലൊക്കെ, വിശേഷിച്ച് ഈ യൂറോപ്യൻ കൾച്ചറും അമേരിക്കൻ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന ന്യൂ ജനറേഷൻ പെന്റിക്കോസ് ഗ്രൂപ്പുകളൊക്കെ സ്ത്രീ പുരുഷന്മാരെല്ലാം മിങ്കിൾ ചെയ്ത് ഒരുമിച്ച് അങ്ങനെയാണല്ലോ വന്ന് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സഹോദരിമാരൊരു സൈഡിലും സഹോദരന്മാരൊരു സൈഡിലും ഒക്കെ അങ്ങനെ ഒരു നിഷ്കർഷം എന്താണ്? അതൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വന്നു. എൻ്റെ കർത്താവ്, എവിടെ മുക്കിലും മൂലയിലും പിടിക്കും ആൾക്കാർ. അവർക്കുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. ഏത് ന്യൂ ജനറേഷൻ ആണെങ്കിലും കൊള്ളാം, എന്ത് ജനറേഷൻ ആണെങ്കിലും കൊള്ളാം, കേട്ടുകൊള്ളുക. രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരുവന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് സാധിപ്പിച്ചിരിക്കുന്നത്. പാപനിമിത്തം വീണുപോയ മനുഷ്യനെ പിതാവ് തന്റെ പുത്രന്റെ ക്രൂശുമരണത്താൽ വീണ്ടെടുക്കുന്നു. അങ്ങനെ വീണ്ടെടുത്തവന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് ആദ്യപടിയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ക്ഷമയോടെ കാത്തിരിക്കുക. കാഹളം ധ്വനിക്കുമ്പോൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടും. ദേഹിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സോളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണി പൂർത്തീകരിക്കപ്പെടുന്നത് മരണത്തോടു കൂടിയോ അല്ലെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോഴോ ആണ്. രണ്ടിലൊന്നാണല്ലോ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ മരണത്താലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാഹളം ധ്വനിക്കുന്ന സമയത്തോ ആ പണി പൂർത്തീകരിക്കപ്പെടുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയുമ്പോൾ കർത്താവിന്റെ മടങ്ങിവരവുമായി ബന്ധപ്പെടുത്തിയാണ് അത് പറയുന്നത്.
ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം എന്താ? വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടാത്ത ഒരു ശരീരത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കയറ് നടുക്ക് കെട്ടുന്നത്. വല്ലതും പിടികെട്ടിയോ? നടുക്കെ ഒരു കയറ് കെട്ടും. പുരുഷന്മാരൊരു സൈഡിലും സ്ത്രീകൾ ഒരു സൈഡിലും ഇരുത്തും. വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ സായിപ്പ് എങ്ങനെയാണല്ലോ, മദാമ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. അവിടെ അതൊരു വിഷയമേ അല്ല അവർക്ക്. അവര് കരയിലും നീന്തും, കടലിലും നീന്തും, കായലിലും നീന്തും, എല്ലായിടത്തും നീന്തുന്ന ആൾക്കാരാ. നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മുടെ രീതികൾ വേറെയാണ്. നമുക്ക് നമ്മുടെ കൂട്ടായ്മകളിൽ അങ്ങനെ ക്രമം ഉണ്ടെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഡിബേറ്റിന് വേണ്ടി വെല്ലുവിളിക്കുകയായിരുന്നു. ഡിബേറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലേ നാട്ടിലൊക്കെ? അരകല്ല് കൊത്താനുണ്ടോ, അമ്മിക്കല്ല് കൊത്താനുണ്ടോ, അരകല്ല് കൊത്താനുണ്ടോ എന്നൊക്കെ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ടിങ്ങനെ അരയ്ക്കുമായിരുന്നു. നമ്മുടെ സഹോദരിമാർ കല്ലിൽ വെച്ച് അരയ്ക്കുമായിരുന്നു. അങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തേയ്മാനം സംഭവിക്കുമല്ലോ. നല്ല രീതിയിൽ അരയണമെങ്കിൽ പിന്നീട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരും. അവർ ഒരു ഉളിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കൊത്തി അതിന് കൃത്യത വരുത്തും. അവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ധാരാളം. ആ കാലത്ത് ധാരാളം ഈ അരയ്ക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സഹോദരിമാരൊക്കെ സ്വിച്ച് ഇടുമ്പോൾ അരയുകയാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെ അരയ്ക്കുമായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ഇവർ ഡിബേറ്റിനുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണ്. അത്തരക്കാർക്കുള്ള നമ്മുടെ മറുപടി ഇത്രയേ ഉള്ളൂ: ഞങ്ങൾക്കതിനുള്ള ശേഷിയില്ല, ഞങ്ങൾക്കതിനുള്ള പ്രാപ്തിയില്ല, ഞങ്ങൾക്കതിനുള്ള കഴിവില്ല. ഇങ്ങനത്തെ വെല്ലുവിളികളൊന്നും ഞങ്ങൾ ഏറ്റെടുക്കാറില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ ഏൽപ്പിച്ചത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ആ സുവിശേഷം ഞങ്ങൾ മാലോകരെ അറിയിക്കുന്നുണ്ട്. അതുപോലെ അടുത്തൊരു കാര്യം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവസഭയിൽ ഞങ്ങൾ വചനം പ്രസംഗിക്കും, സത്യവചനം ഘോഷിക്കും. അതായത് സഭയിലുള്ള വിശുദ്ധന്മാർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലായിരിക്കുന്ന വിശുദ്ധന്മാർ ആ പെർഫെക്ഷനിലേക്ക് അഥവാ തികവിലേക്ക് വരേണ്ടതുണ്ട്. അവരെ ആ തികവിലേക്ക് കൊണ്ടുവരണം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്ന ഒരു ദൗത്യത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഡിബേറ്റും ഇടികൂടലിനൊന്നും സമയമില്ല. ഞങ്ങളുടെ ഇടയിൽ നല്ല കഴിവും പ്രാപ്തിയുള്ള ആളുകളുണ്ട് ഡിബേറ്റിന്. വേണമെങ്കിൽ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അഭിഷ്ടം, നിങ്ങളുടെ ഈ താല്പര്യം ഞങ്ങൾ അവരെ അറിയിക്കാം. നിങ്ങളിങ്ങനെ മുട്ടി നിൽക്കുകയാണ് ഡിബേറ്റ് ചെയ്യാനായിട്ട്, ഇടികൂടാനായിട്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അവരെ അറിയിക്കാം. അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു തരും. അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്, പ്രാപ്തിയുണ്ട്, സമയമുണ്ട്. നമുക്ക് സമയമില്ലെന്നുള്ളതും വേറൊരു കാര്യമാണ്. കാരണം നമുക്ക് ദൈവവചനം പങ്കുവെക്കാനുണ്ട്, അത് ധ്യാനിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് സമയം വേർതിരിക്കാനുള്ളൂ. അതുകൊണ്ടാണ് വെല്ലുവിളികൾ ഏറ്റെടുക്കാത്തത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ബന്ധത്തിൽ അച്ഛനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കൊള്ളാം, തിരക്കേടില്ല. അച്ഛനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ആളുകളൊക്കെ ഘടാഘടിയന്മാരാണ്, വമ്പന്മാർ. അച്ഛനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പാസ്റ്ററെ തകർക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് പാസ്റ്ററുടെ മണ്ടത്തരങ്ങളെ അടിച്ച് തകർക്കാൻ പാകത്തിന് അച്ഛൻ ഗോതയിലേക്ക് ആളുകളെയൊക്കെ ഇറക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിനൊന്നും നമ്മൾ പിടിതരില്ല അച്ചോ, അതിനൊന്നും നമ്മൾ പിടിതരില്ല. നമുക്കറിയാം, നമ്മൾ കുറേ ഓണമൊക്കെ കൊണ്ടിട്ട് വന്നവരല്ലേ. ഞങ്ങൾ ഈ കൂട്ടത്തിലൊക്കെ അത്യാവശ്യം കുറേ ലൈസോനും ബാറക്കുമോറൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കറിയാം, ആളും തരമൊക്കെ ഞങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഈ ഇതങ്ങ് തുറന്നു കഴിഞ്ഞാൽ, അതായത് കോളാമ്പി തുറന്നാൽ എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരുന്നതെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് അച്ഛൻ്റെയും കപ്പിയാരുടെയും ഗോറപ്പീസ്കോപ്പയുടെയും ഇങ്ങനത്തെ കോളിലൊന്നും നമ്മൾ പിടിക്കില്ല. അച്ഛൻ സാമാന്യം ശാന്തമായി നമ്മളോടൊരു 10-12 ചോദ്യം ചോദിച്ചപ്പോൾ നമ്മൾ തികഞ്ഞ റെസ്പെക്റ്റിൽ, പ്രായത്തിൻ്റെ റെസ്പെക്റ്റും മറ്റു പല റെസ്പെക്റ്റും വെച്ചിട്ട് നമ്മൾ മറുപടികൾ പറയുമായിരുന്നു. ഓരോ ആഴ്ചയും മറുപടികൾ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യക്തിപരമായി ഞാനത് മെസ്സേജിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ വാക്കുകൾ അച്ഛനെ എങ്ങനെ മുറിപ്പെടുത്തുമോ, അത് വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമോ? പക്ഷെ വിഷയം അവതരിപ്പിക്കണമല്ലോ. ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൻ്റെ ആ ഒരു തീവ്രത, ഗൗരവം ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്യണം. സ്വാഭാവികമായിട്ട് അകത്തുള്ളൊരു കത്തലുണ്ട്. ആ ബോധ്യങ്ങൾ അത് പ്രസന്റ് ചെയ്യുമ്പോൾ പുറത്തേക്കും വരും, മുഖഭാവത്തിലും വരും. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ടൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. വിഷയത്തിൻ്റെ കാഠിന്യ നിമിത്തം സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ശബ്ദമൊക്കെ അങ്ങനെ അങ്ങ് കൂടി വരാറുണ്ട്. എന്നുള്ളതല്ലാതെ നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. കാരണം നമ്മൾ ക്രിസ്തീയ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണമെന്നും
മറ്റുള്ളവരെ സത്യത്തിലേക്ക് നയിക്കേണ്ടതായിരിക്കണമെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അരുതായികകൾ പറയാൻ പാടില്ല. നാം ദൈവസന്നിധിയിലാണ് കൂടിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചട്ടവും പ്രമാണവും ഉള്ളവരല്ല. അവർക്ക് കുർബാനക്രമം മാത്രമേ ഉള്ളൂ, അല്ലാതെ വിശുദ്ധ തിരുവഴുത്തിന്റെ ക്രമങ്ങൾ ഉള്ളവരല്ല. ആണെങ്കിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വാതുറന്ന് പറയാൻ പാടുണ്ടോ? ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. വളരെ നിന്ദ്യമായ വാക്കുകളൊക്കെയാണ് ഈ പറയപ്പെട്ട ആളുകളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തരക്കാരോടൊന്നും സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, അച്ഛനുള്ള മറുപടികൾ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഈ യാക്കോബായ ഓർത്തഡോക്സ് സമൂഹങ്ങളിലൊക്കെ വിശേഷിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് സൈഡിൽ ഇച്ചിരി താഴെയാ മർത്തോമക്കാരൊക്കെയുണ്ട്. ഇത്തരക്കാരുടെ ഇടയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരും സത്യാന്വേഷികളുമായ മനുഷ്യരുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ എന്നെ എത്ര ഓർത്തഡോക്സുകാരെ വിളിച്ചതെന്നറിയാവോ? നിരന്തരമായി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവരുടെ പള്ളികളിലൊക്കെ പോകുന്ന ഓർത്തഡോക്സുകാർ തന്നെ എത്ര പേരാണ് എന്നോട് വിളിക്കുന്നത്, എത്ര പേരാണ് എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. അതിൽ പ്രായമുള്ളവരും മുതിർന്നവരുമായവരൊക്കെയുണ്ട്, എല്ലാ തരക്കാരുമുണ്ട്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വചനം തുറന്നു വെച്ച് പരിശുദ്ധാത്മ സഹായത്താൽ കാര്യങ്ങളെ പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് ഞങ്ങൾ പറയുന്നതിലൊരു ക്രമമുണ്ടെങ്കിൽ ദൈവസന്നിധി മുട്ടുമടക്കുക. അല്ല, നിങ്ങൾ കാലങ്ങളായിട്ട് പിന്തുടരുന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് ബോധ്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ പൊയ്ക്കോ, നിങ്ങൾ അങ്ങനെ പൊയ്ക്കോ. ഞങ്ങളെ സംബന്ധിച്ച് സത്യം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആരെങ്കിലും സത്യാന്വേഷികളുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുവാനാണ് ഞങ്ങൾ ഈ മെസ്സേജുകൾ പിന്നത്തേതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾ മാത്രം കേട്ട് അവസാനിപ്പിച്ചാൽ മതി. പിന്നത്തേതിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം, ഇങ്ങനെ ഞരങ്ങുന്ന മനുഷ്യരുണ്ട്. അവരൊക്കെ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അച്ഛനെ കേൾപ്പിച്ചാൽ അച്ഛൻ ബോധം കെട്ടുപോകും. കഴിഞ്ഞ 10 വർഷമായിട്ട് കുമ്പസാരിക്കാത്ത എത്ര പ്രായമുള്ളവരാണെന്നറിയാവോ ഓർത്തഡോക്സ് സഭയിലുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് കുമ്പസാരിക്കാത്തവർ, അതിലെ പല കാര്യങ്ങളോടും വിമുഖത കാണിക്കുന്നവർ. നിങ്ങളെന്നാ ചാടി പെന്തക്കോസ്തിലേക്ക് പോരെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അവരോട്. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല. ഈ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ നമ്മളെ വിളിക്കുന്നതാണ് ആടുമോഷണക്കാരെന്നൊക്കെ. സിറിയൻ ഓർത്തഡോക്സ് സമൂഹത്തിലൊക്കെ ആട്ടിൻ കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളതൊക്കെ നമുക്കൊരു പുതിയ അറിവാണ്. ആട്ടിൻ കുഞ്ഞുങ്ങൾ എഴുതുന്ന കമൻറ്റുകളൊന്നും അല്ല നമ്മൾ സാധാരണ വായിക്കാറ്. അത് വേറെ സൈസ് ചില കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എഴുതുന്ന കമൻ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടങ്ങളെ പിടിച്ചുകൊണ്ടുവന്നത്, അതായത് ചെന്നായുടെ സ്വഭാവമുള്ള ആളുകളെയൊക്കെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് മനുഷ്യത്വപരമായ നിലയിൽ കൈകാര്യം ചെയ്ത് ആടിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളെയാണ് നിങ്ങൾ ഈ ഇടയ്ക്ക് ആടുമോഷ്ടാക്കളെന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ നിന്ദ്യമായ കാര്യമല്ലേ? വളരെ നിന്ദ്യമായ കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു യാക്കോബായ സഹോദരനെ പരിചയപ്പെടാൻ അദ്ദേഹം ഇന്നും യാക്കോബായ സമൂഹത്തിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഈ പ്രസംഗിച്ച 10-16 മെസ്സേജുകൾ, അച്ഛന് കൊടുത്ത മറുപടിയും അതിനോടനുബന്ധിച്ച് തുടക്കത്തിൽ പറഞ്ഞ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകളെല്ലാം കേട്ടൊരു സഹോദരനാണ്. തെക്കൻ കേരളത്തിലാണ് ആ സഹോദരൻ്റെ വാസം. അപ്പോൾ ആ സഹോദരൻ്റെ 3 ആൺമക്കളുണ്ട്. 3 ആൺമക്കൾ. ആ 3 ആൺമക്കളും ഇന്ന് നിരീശ്വരവാദികളാണ്. ആ സഹോദരൻ്റെ 3 ആൺമക്കളും നിരീശ്വരവാദികളാണ്. നിരീശ്വര മതത്തിലേക്ക് ആ മാമോദീസ വെള്ളം വീണ സിറിയൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ യൗവനക്കാര് അതിലേക്ക് പോകുന്നതിന് ഇവർക്ക് ആർക്കും പരാതിയില്ല. അയ്യോ, അതിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്നൊന്നും ഇവരാരും അന്വേഷിക്കാറില്ല. നിരീശ്വരവാദികളെ ഇവരാരും പള്ളു പറയാറുമില്ല. ആടുകളെ മോട്ടിച്ചു എന്നൊന്നും ഇവരാരും പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. ആടുകളെ മോട്ടിച്ചുകൊണ്ട് പോയി എന്ന് ഇവരാരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വാക്കുകളും കേട്ടിട്ടില്ല. ഏതെങ്കിലും ഒരുവൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന് സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്ന കണ്ട അപ്പം ഇളകും ആളുകൾക്ക്. അതെന്താ അങ്ങനെ ഇളകുന്നതിൻ്റെ കാരണം? ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ 3 യൗവനക്കാരുടെ കാര്യം. അവിടെ മാതാപിതാക്കൾ നമ്മുടെ പ്രസംഗമൊക്കെ കേട്ടെന്നേ ഉള്ളൂ. നമ്മുടെ പ്രസംഗം കേൾക്കുന്ന ആ സഹോദരൻ അദ്ദേഹം ഒരു സത്യാന്വേഷിയാണ്, നല്ലൊരു മനുഷ്യനുടമയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന് മിനിമം കാര്യങ്ങളൊക്കെ മനസ്സിലായ ഒരാളാണ്. വേദപുസ്തകത്തിന് ബഹുമാനം കൊടുക്കുന്നു, വചന സത്യങ്ങളെ ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ തൻ്റെ ഉള്ളിലെ നോവെന്ന് പറയുന്നത് ആ യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് ഈ 3 ആൺമക്കളും നമുക്കും അത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം എല്ലാ തലത്തിലും ഒരു ദൈവ നിരാസത്തിലേക്കാണ് അവർ വന്നിരിക്കുന്നത്, ആ യൗവനക്കാർ വന്നിരിക്കുന്നത്. വിവാഹപ്രായമായ മൂത്ത 2 പേരും അതിന് താഴെയുള്ളവനും ഒക്കെ
ഒരു ദൈവനിഷേധികൾ എന്ന നിലയിലല്ലേ വന്നിരിക്കുന്നത്. പരിജ്ഞാനത്തിൽ അല്ലെങ്കിൽ പോലും ഈ പറയപ്പെട്ട കൂട്ടത്തിലൊക്കെ ആളുകൾ ദൈവവിശ്വാസികൾ എന്ന നിലയിൽ തന്നെ നമ്മൾ പരിഗണിക്കും. അപ്പോൾ തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ പോയിരിക്കുന്ന വഴി ഏതാ? തികച്ചും തെറ്റായ വഴിയാണ്. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ കണ്ടെത്തി അവരോട് സുവിശേഷം പറഞ്ഞ് ദൈവസ്നേഹത്താൽ അവർ പിടിക്കപ്പെട്ട് അവർ ക്രൂശിന് മുമ്പാകെ സറണ്ടർ ചെയ്യപ്പെട്ടാൽ, അടിയറ പറഞ്ഞാൽ, അടുത്ത പടിയെന്ന് പറയുന്നത് വിശ്വാസ സ്നാനമാണ്. അങ്ങനെ ഈ നിരീശ്വരവാദികളായ യൗവനക്കാര് സത്യസുവിശേഷം കേട്ട് ഉഴുതുമറിക്കപ്പെട്ട ഹൃദയത്തിനുടമകളായി ക്രൂശിന് മുമ്പാകെ മുഴങ്കാൽ മടക്കി കഴിഞ്ഞാൽ, നിങ്ങളത് ഭാവന കണ്ടേ ആ രംഗം. ഞാൻ ആ രംഗം ഒന്ന് ചിന്തിച്ചു പോവുക. ദൈവമേ, ആ മനുഷ്യന്റെ ഉള്ളിലെ സന്തോഷം എന്തായിരിക്കും? തൻ്റെ 3 ആൺമക്കളും സൃഷ്ടാവായ ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുക, ദൈവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുക. അതെങ്ങനെയാ സംഭവിച്ചത്? ഒരു പെന്തിക്കോസ് പാസ്റ്ററോ ഒരു പെന്തിക്കോസ് വിശ്വാസിയോ അവരോട് സുവിശേഷം പറയുകയോ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരോട് ഇന്ററാക്ട് ചെയ്യുകയോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ അവർ രംഗത്തേക്ക് വരികയാണ്. അവരുടെ സ്വഭാവത്തിൽ അടിമുടി മാറ്റം വന്നു, സമൂലമായ പരിവർത്തനം സംഭവിച്ചു. ആ കുഞ്ഞുങ്ങൾ അടുത്തപടി വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, രക്ഷിച്ചവനോട് ചേരുവാൻ. താൻ ഇനി തനിക്കായി ജീവിക്കുന്നില്ല, തൻ്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ വിട്ടുകൊടുക്കുകയാണ്. കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. താൻ സെയിൽ ഡീഡിൽ ഒപ്പിടാൻ പോവുകയാണ്. എന്നുവെച്ചാൽ തീരാധാരത്തിൽ ഒപ്പിടാൻ പോവുകയാണ്. ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ലെന്ന്. അങ്ങനെ ആ യൗവനക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വന്തക്കാരും ബന്ധുക്കളും അവരുടെ പള്ളിയിലച്ഛനും അവരുടെ കപ്പിയാരും പിന്നെ നമ്മളെ ഈ വെല്ലുവിളിച്ച കേമന്മാരൊക്കെ ഉണ്ടല്ലോ, യഹോവ ഏതാണ്ടൊക്കെയാന്ന് പറയുന്ന ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പൈശാചികമായി സംസാരിക്കുന്ന ഈ സിറിയൻ കുഞ്ഞാടുകൾ, ആ കുഞ്ഞാടുകളെല്ലാം ഇപ്പൊ പറഞ്ഞവരെല്ലാം ആകെ മൊത്തം ഇവരെന്തായിരിക്കും മൊഴിയുന്നത്, ഇവരെന്തായിരിക്കും പറയുന്നതെന്ന് ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് സ്നാനപ്പെടാൻ, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 12 വയസ്സായ കൊച്ചിന്റെ കാര്യമല്ല, നല്ല പ്രായമായവരാണ്. 25 വയസ്സിന് മുകളിൽ, അതിൽ താഴെയാണ് രണ്ടാമത്തവൻ, മൂന്നാമത്തവൻ 10-18 വയസ്സ്, അങ്ങനെ കൂട്ടിക്കോ. ഇവര് മൂവരും, ഈ സഹോദരന്മാർ മൂവരും ഈ കേട്ട സത്യത്തിനനുസരിച്ച് ഒരു ചൂട് വെച്ച് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ആളുകൾ എന്തായിരിക്കും പറയുന്നത്? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു ചെറിയ മറുപടി പറയാം, ചെറിയൊരു മറുപടി. എന്തായിരിക്കും ഇവരുടെ മനോഗത? ഇവരെന്തായിരിക്കും സംസാരിക്കുന്നത്? നോബി ഒന്ന് പറഞ്ഞ. നോബി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ സഹോദരങ്ങൾ നിരീശ്വരവാദികളായി തുടർന്ന് നിരീശ്വര മതത്തിൽ അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ആർക്കെന്നെ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ആ നിരീശ്വരന്മാരായ സഹോദരങ്ങള് വിശ്വാസ വഴിയിലേക്ക് വന്ന് വിശുദ്ധ ബൈബിൾ പാരായണം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായി മാറി ഈ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ച് സഞ്ചരിക്കുകയും മറ്റുള്ളവരോട് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം പറയുകയും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അത് ഞങ്ങൾ ആസ്വദിക്കുന്നവരാണ്, ആ രക്ഷയിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ആ രക്ഷയിൽ ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ആ ക്രിസ്തുവിനോട് ചേർന്ന് അവന് രുചിച്ചറിയുക. പൗലോസിലേക്ക് പറയുന്ന പോലെ എനിക്കവനെ അറിയണം, എനിക്കവനെ രുചിച്ചറിയണം എന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന ഓർത്തഡോക്സുകാരൻ എന്നെ ചോദിക്കും, നിങ്ങളുടെ യേശു നിങ്ങളുടെ യഹോവ കേക്കാണോ എന്ന് ചോദിക്കും, തിന്നാനായിട്ട് കടിച്ചു പറിച്ച്. എൻ്റെ ദൈവമേ, ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നരകത്തിൽ പോലും എടുക്കുമെന്ന് സംശയമാണ്. അപ്പം നരകത്തിലൊക്കെ എടുക്കണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണം. ഇത് അങ്ങനത്തെ സ്റ്റാൻഡേർഡൊന്നും അല്ല ഈ ആളുകൾക്ക്. ഇപ്പം എന്താ ഞാൻ പറഞ്ഞതിൻ്റെ സാരം? സത്യവിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതിനെ എതിർക്കുന്നത് ഇരുളിൻ്റെ ശക്തികളാണ്. ഏതൊരു അച്ഛനോ കപ്പിയാരോ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർ സന്തോഷിക്കുമോ? ഒരിക്കലും സന്തോഷിക്കില്ല. അതേസമയം നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് അതവർ സന്തോഷിക്കുന്നു എന്നൊന്നും നമ്മൾ പറയില്ല കേട്ടോ, അതൊന്നും ഒരിക്കലും അങ്ങനെ പറയില്ല. നിരീശ്വരവാദത്തിൽ പോയി തോന്നിയ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സന്തോഷമൊന്നുമില്ല, അവരങ്ങ് ഉൾക്കൊള്ളും. ഓക്കെ, പെന്തക്കോസ്ത് അനുഭവത്തിൽ പോയി യേശുക്രിസ്തുവിനെ രക്ഷിതാവ് എന്നുള്ള നിലയിൽ സ്വീകരിച്ച് വിശുദ്ധ വചനപ്രകാരം ജീവിക്കുകയും മദ്യപാന സ്വഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ പറയും ഇതിലും ഭേദം നിരീശ്വരവാദിയായിട്ടിരിക്കുകയെന്ന്. അതാണ് പറഞ്ഞതിൻ്റെ സാരം. അർത്ഥം മനസ്സിലായോ?
ഇപ്പോൾ ഉള്ള ഈ ഒരു ജീവിതത്തെക്കാളും ഭേദം അതാണെന്ന് പറയും. കാരണം ഓണത്തിനും ക്രിസ്മസിനും ഈസ്റ്ററിനും നിരീശ്വരവാദിയായ സഹോദരങ്ങൾ അവരുടെ കൂട്ടത്തിലിരുന്ന് വെള്ളമടിക്കും, അതിനൊന്നും കുഴപ്പമില്ല. ഇവൻ പെന്തിക്കോസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ ഇരുന്ന് ഈ പരിപാടി ചെയ്യുമോ? മറ്റ് ഇതര ഇടപാടുകളൊക്കെ ഉണ്ട്. മറ്റെല്ലാ ഇടപാടുകളും, ആ ഇടപാടുകളിലൊന്നും ഇവനെ ഇനി പ്രതീക്ഷിക്കേണ്ട. ഇവനെ അങ്ങനെയുള്ളൊരു കാര്യത്തിന് ഇനി കിട്ടില്ല. എന്നേക്കുമായി ഇവൻ കൈവിട്ടു പോവുകയാണ്. നമ്മുടെ പരിപാടികളിൽ നിന്ന് ഇവൻ അകന്നകന്നു പോവുകയാണ്. നിരീശ്വരവാദി എന്ന് പറഞ്ഞാലോ, നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വരുന്നില്ല, കുർബാന കൈക്കൊള്ളുന്നില്ലെന്നല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും അവനും നമ്മളും സമരല്ലേ. നമ്മൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്ത് കാര്യത്തിനും അവൻ്റെ കൂടെ എന്തിനും പോവാം. അവൻ നമ്മുടെ കൂടെയും വരും. വേറെ തടസ്സവാദങ്ങളൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറയുന്ന ക്രമം, നമ്മൾ പറയുന്ന തക്സ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയേ. ശരിയായ തക്സയല്ലേ നമ്മൾ ഈ പറയുന്നത്? എത്രയോ പേരാണ് നിത്യനരകത്തിന് വേണ്ടി അതിവേഗം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ച് ഓർത്തഡോക്സുകാരെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുക. ഇവരുടെ സമൂഹത്തിലൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ. നമ്മളൊക്കെ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം അവർ കേൾക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. നിങ്ങൾ കേട്ടിരിക്കുന്ന പോലെയല്ല അവർ കേട്ടിരിക്കുക എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളല്ല നമ്മളീ പറയുന്നത്. പക്ഷെ എന്നിട്ടും അവർ നിരന്തരം കേൾക്കുകയും ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടാശ്ശേരി അച്ഛൻ എറിഞ്ഞ വിത്തുകൾ കിളിർത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പെന്തിക്കോസുകാരുടെ കർത്തൃമേശ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണ്. നമ്മൾ അതിനൊരു കൊച്ചു മറുപടി പറഞ്ഞതാണ്. അത് അവിടെ കൊണ്ടങ്ങ് അവസാനിച്ചേനെ. പിന്നെ 12, 15, 10,000 ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നീട് അത് വേറെ ചില കോറപ്പീസ്കോപ്പമാരൊക്കെ വേറെയും കയറി പിടിച്ചു. അപ്പം നമ്മൾ അതിനിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ അച്ഛൻ്റെ പുറകെ നടക്കുക എന്ന്. ആര് പറഞ്ഞു നമ്മൾ അച്ഛൻ്റെ പുറകെ നടന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അച്ഛൻ നമ്മോട് ചോദിച്ച ചോദ്യങ്ങൾക്കാണ് നമ്മൾ മറുപടി പറയുന്നത്. അല്ലാതെ അച്ഛൻ്റെ പിന്നാലെ ചെന്നിട്ട് ഇങ്ങനെ ഈ ഞോണ്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയും. ഇങ്ങനെ പതിയെ അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ ബഹുമാനപുരസരം 1, 2, 3, 4 എന്ന് പറഞ്ഞ് അതിന് മറുപടികൾ പറയായിരുന്നു. ആ മറുപടികൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഉള്ളിലൊരു ചിന്ത വന്നത്, നമ്മുടെ സഹോദരങ്ങൾക്കും അത് പ്രയോജനപ്പെടട്ടെ. ദൈവവചനമാണല്ലോ പങ്കുവെക്കുന്നത്. അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ വിശുദ്ധ തിരുവഴുത്തിൽ നിന്നാണ് മറുപടി പറയുന്നത്. അങ്ങനെ വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് മറുപടി പറയുന്നു എന്ന കാരണത്താൽ അത് അവർക്ക് മാത്രമല്ല, അവരുടെ ഇടയിലുള്ളവർക്ക് മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള സഹോദരങ്ങൾക്കും പ്രയോജനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയത്. നിങ്ങളിൽ പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ഈ 1-2 മാസമായിട്ട് നമ്മൾ പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, ഇതിനു മുമ്പ് ചിന്തിക്കാത്ത കാര്യങ്ങൾ ഈ മെസ്സേജുകളിൽ തീർച്ചയായും വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് അനുഗ്രഹമാണ്. ദോഷത്തിനായിട്ട് ആരെന്ത് നിരൂപിച്ചാലും സ്വർഗത്തിലെ ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എല്ലാം. അതാണ് ഈ ലാസ്റ്റ് വീക്കിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ടൊക്കെ ആളുകൾ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. മോശമായ രീതിയിലൊക്കെ പദപ്രയോഗങ്ങളൊക്കെ പറഞ്ഞ് ചില കുബുദ്ധികളൊക്കെ എന്തൊക്കെയോ പറയുന്നു എന്ന് ആളുകൾ പറയുന്നു. ഞാനതൊന്നും കേൾക്കാറില്ല. ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതൊന്നും നമ്മളങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. ആരൊക്കെയോ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ അതിനിടയിലാണ് ആശ്വാസകരമായ ചില പച്ചപ്പുകൾ കാണാനിടയായത്. എത്ര പേരെ വിളിച്ച് സംസാരിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ, ഞങ്ങളുടെ പുരോഹിതന്മാർ ഒരിക്കലും ഞങ്ങൾക്ക് പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അച്ഛന്മാരോടോ നമ്മളോടോ ഒന്നും അങ്ങനെ പ്രത്യേകം മമതയുള്ളവരല്ല. അവരൊരു സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേറെ ദിവസം വായിക്കുന്നവരാണ്. അവർക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ല. അവർക്ക് പല കാര്യത്തിൻ്റെ പൊരുൾ തിരിഞ്ഞ് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിചാരിതമായി അവരുടെ കണ്ണിന് മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ 1 by 1 ആയിട്ട് അവരത് കേൾക്കുന്നു. അത് മാത്രമല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ മെസ്സേജ് അല്ലാതെ സാറ്റർഡേ ഒക്കെ നമ്മൾ മെസ്സേജ് പറയുന്നുണ്ടല്ലോ യൂട്യൂബിൽ. അതൊക്കെ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ രക്ഷയെക്കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ഗംഭീരമായ വെളിപ്പാടുകൾ കിടക്കുകയാണ്. അതൊക്കെ കേട്ടിട്ട് എന്നോട് പറയുകയാണ് അവര്, ഞങ്ങളുടെ പള്ളിയിൽ ഇന്ന് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടില്ലെന്ന്. അതെങ്ങനെയാ? 10 മിനിറ്റ് എന്തൊക്കെയോ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് അവിടെ നേരം. ഇതൊക്കെ പറയണമെങ്കിൽ ഇത്തിരി വില കൊടുക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളോടല്ല ഇപ്പോൾ പറഞ്ഞത്. നമ്മളെ അങ്ങനെ കേൾക്കുകയും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്ത ബഹുമാന്യരായ, പ്രായമുള്ള, മുതിർന്നവരായ
അത്തരക്കാരോടെല്ലാമാണ് ഞാൻ പറയുന്നത്, ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വില കൊടുത്തവരാണ്, ഞങ്ങൾ ബലിപീഠത്തിൽ കിടക്കുന്നവരാണ്, ഞങ്ങൾ ആ തീക്കകത്തേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. ഞങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ഒക്കെ അതൊക്കെ കത്തിച്ചാമ്പലാകാൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യരാണ്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണി അത് മാത്രമേ ഉള്ളൂ മുമ്പിൽ. പൗലോസ് പറയുന്ന പോലെ സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന ഒറ്റ തിരക്ക് മാത്രമേ ഉള്ളൂ. വേറെ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. ഞങ്ങൾക്ക് സ്കൂൾ നടത്താനില്ല, ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ നടത്താനില്ല, പിന്നെ എന്നാ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് നടത്താനില്ല, അല്ലെങ്കിൽ മറ്റ് സർവീസുകളൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതിനൊക്കെ ഇവിടെ ആളുകളെ സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. സകല കാര്യത്തിനും ഇവിടെ ആളുകളുണ്ട്, അവരതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് രക്ഷാസന്ദേശം പരമേൽപ്പിക്കപ്പെട്ടവരാണ്. നിരപ്പിന്റെ വചനം ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ്. ലോകത്തോട് നിരന്നുകൊള്ളുവിൻ എന്നുള്ള സന്ദേശം അഥവാ രക്ഷാസന്ദേശം, സുവിശേഷ സത്യങ്ങൾ പ്രഘോഷിക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതിന് ഞങ്ങൾ എന്തു വില കൊടുത്തും സുവിശേഷം അറിയിക്കും. അറിയിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കും. ആഗ്രഹിക്കുന്നവരോട് ഞങ്ങളത് പങ്കുവയ്ക്കും. ഒരു വ്യക്തിയോട് സംസാരിക്കും. ഒരു വ്യക്തി സുവിശേഷം കേൾക്കുവാൻ, സത്യം അറിയുവാൻ, വിശുദ്ധ മാർഗം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും വെളിപ്പെടുത്തും. അത് എത്യോപ്യക്കാരൻ ഷണ്ണനോട് മാത്രമല്ല, ഇന്നും ഏത് എത്യോപ്യക്കാരനോടും നമ്മളത് പറയും. അന്നത്തെ ഒരു എത്യോപ്യക്കാരനോട് ഫിലിപ്പോസ് പറഞ്ഞെങ്കിൽ ഇന്നും നമ്മുടെ മുമ്പാകെ വരുന്ന ഏതൊരു മനുഷ്യരോടും സംസാരിക്കും. പ്രായവ്യത്യാസമന്യേ അവൻ ഏത് ഓർഗനൈസേഷനിൽ പെട്ട ആളും ആയിക്കൊള്ളട്ടെ, ക്രിസ്തുവിനെ കുറിച്ച് അറിയണം. ആത്മരക്ഷ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ പറയും, കൂദാശകൾ കൊണ്ട് നിനക്ക് ആത്മരക്ഷ ലഭിക്കില്ല. ഒരു കൂദാശ കൊണ്ട് നിനക്ക് ആത്മരക്ഷ ലഭിക്കില്ല. നീ മനം തിരിയണം, നിന്റെ പാപം തിരിച്ചറിയണം. അങ്ങനെ ദൈവസന്നിധിയിൽ പുത്രനെ കൈക്കൊള്ളണം, അഥവാ സുവിശേഷം കൈക്കൊള്ളണം. അങ്ങനെ സുവിശേഷം കൈക്കൊണ്ടെങ്കിൽ മാത്രമേ ആത്മരക്ഷ ലഭിക്കുകയുള്ളൂ. ഈ സത്യങ്ങൾ കേൾക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം, ഇത്തരം കൂട്ടായ്മകളിൽ വരണം, അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങൾ പ്രവഹിക്കുന്ന ഇടങ്ങളിൽ വരണം. അല്ലെങ്കിൽ ആയുസ് പാഴായി പോകും. ഒരൊറ്റ ആയുസേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് വല്ലാണ്ടായി പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ സഹോദരങ്ങളെ? ദോഷത്തിനായിട്ട് പലരും പലതും നിരൂപിച്ചെങ്കിലും സ്വർഗത്തിലെ ദൈവം അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഇതിനിടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ആ മെസ്സേജിനിടയിലുണ്ട് കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ എന്ന്. അതിന് ചിലർ വന്ന് ചോദിച്ചു, ആയത് നിങ്ങൾ കൊള്ളക്കാരാണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കൊള്ള കണ്ടു കിട്ടിയവരാ ഞങ്ങളെന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദ്യം വന്നത്, നിങ്ങൾ കൊള്ളക്കാരാണോ? നിങ്ങളുടെ ദൈവമാണോ കൊള്ളക്കാരൻ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൊള്ളയിടാൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചാണ് ആളുകൾ ബഹളം വയ്ക്കുന്നത്. ഉടനെ കയറി പിടിക്കുന്ന പിടുത്തം കണ്ടില്ലേ? നമ്മളതൊരു വചനഭാഗമാണ് പറഞ്ഞത്. 119 സങ്കീർത്തനത്തിന്റെ 162 വാക്യത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. 162 വായിക്കുന്നതിന് മുമ്പ് 119 സങ്കീർത്തനത്തിന്റെ 159 വാക്യവും 160 വാക്യവും ആദ്യം ഒന്ന് വായിച്ചേ. ആ 2 വാക്യം ഒന്ന് വായിച്ചിട്ട് ഈ താഴെയുള്ള വാക്യത്തിലേക്ക് വരാം. ഈ 2 വാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടത് എന്താ? നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. അപ്പൊ ദൈവത്തിന്റെ പ്രമാണങ്ങളെ കുറിച്ചാണ് 59 വാക്യത്തിൽ 159 പറയുന്നത്. 160 വരുമ്പോൾ പറയുന്നത് നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. അപ്പൊ വചനത്തിന്റെ സത്യത്തെക്കുറിച്ച് ആ വാക്യത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 162 വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? 162 വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിങ്കൽ ആനന്ദിക്കുന്നു. എങ്ങനെയാ? വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്താ സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ പറഞ്ഞത്? ഞങ്ങൾ കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാന്ന് പറയാൻ കാരണം എന്താ? ഈ വിശുദ്ധ തിരുവെഴുത്തിന്റെ ഉള്ളടക്കമോ ഇതിന്റെ ആഴങ്ങളോ ഇതിന്റെ പശ്ചാത്തലങ്ങളോ ഒന്നും അറിയാത്ത മനുഷ്യരായിരുന്നു നമ്മൾ. ഞാൻ ഓർക്കും, എൻ്റെ ജീവിതത്തിലെ 30-ാമത്തെ വയസ്സ് വരെ യാതൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ആകെ ഇങ്ങനൊരു പാരമ്പര്യ പശ്ചാത്തലത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ലോകക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്. നമ്മുടെ ക്രമം ലോകത്തിന്റെ ക്രമമാണ്. നമ്മുടെ തക്സായ എന്ന് പറയുന്ന ലോകത്തിന്റെ തക്സായ. അങ്ങനെ ആ ക്രമങ്ങളിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാ.
അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ ഈ വചനം പ്രകാശിക്കുകയാണ്, ഈ വചന സത്യങ്ങൾ പ്രകാശിക്കുകയാണ്, ഇതിൻ്റെ ഉള്ളടക്കം തുറന്നു വരികയാണ്. ഞാൻ ആദ്യമായിട്ട് എബ്രായ ലേഖനത്തിൽ നിന്ന് അതിൻ്റെ 7-8 അധ്യായങ്ങൾ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. 7, 8, 9, 10 അധ്യായങ്ങൾ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത് ഇങ്ങനൊരു പുസ്തകം ഈ പുതിയ നിയമത്തിൽ ഉണ്ടെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. വിശുദ്ധ തിരുവഴുത്തിന്റെ ഭാഗമാണത്, പുതിയ നിയമത്തിന്റെ ഭാഗമാണത്, സകല മനുഷ്യർക്കും അറിയാമെങ്കിലും ഞാനെന്ന് പറയുന്ന മനുഷ്യന് അത് അറിയാൻ മേലായിരുന്നു. സഹോദരങ്ങളെ, ആ തോൽവി ഞാൻ സമ്മതിക്കുകയാണ്. 2 കൈ ഉയർത്തുകയാണ് എൻ്റെ തോൽവിയിൽ. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന്. അവിടെ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്തെക്കുറിച്ചും രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ലെന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ കൃപാസനത്തെങ്കിൽ രക്തം തളിച്ചുകൊണ്ട് അവരുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുന്ന കാര്യവും അത് ആണ്ടോടാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഒക്കെ ഞാൻ വായിച്ചു. അപ്പോ എൻ്റെ മുമ്പാകെ ഒരു പ്രകാശനം വരികയാണ്. യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്തിൽ എനിക്ക് ഒരിക്കലായി ലഭിച്ച വിടുതൽ, ഒരിക്കലായി എൻ്റെ കണ്ണ് തുറക്കപ്പെട്ടു, ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും എന്നൊക്കെ വായിക്കുകയാണ്. ഏത് മഹാപുരോഹിതനും ദിവസേന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്തിൽ താനൊരു യാഗമൃഗം എന്ന നിലയിൽ ചിന്തിയ രക്തം താൻ തന്നെ ഒരു മഹാപുരോഹിതൻ എന്ന നിലയിൽ ആകാശങ്ങളിലൂടെ കടന്നുപോയി സ്വർഗീയ കൃപാസനത്തിൽ തളിക്കപ്പെട്ടപ്പോൾ എൻ്റെ വീണ്ടെടുപ്പും വിമോചനത്തോടെ സാധിപ്പിച്ചു. ഇന്നതെനിക്ക് വിശ്വാസത്താൽ ഏറ്റെടുക്കാം, വിശ്വാസത്താൽ എനിക്ക് നീതീകരിക്കപ്പെടാം, എനിക്കിന്നൊരു ദൈവ പൈതലാകുവാനുള്ള സാധ്യത തുറന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാനൊരു ദൈവ പൈതലായി തീരുകയാണ്. ഒരു കൂദാശയുടെയും സഹായത്താലല്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ സമൂലമായ പരിവർത്തനം വന്നത്, സമൂലമായ പരിവർത്തനം വന്നത്, ആ ഒരു ദൈവപ്രകൃതി എന്നിലേക്ക് വന്നത്, ഒരു പുതിയ സൃഷ്ടി എന്നിൽ ഉദയം ചെയ്തത്, അതെല്ലാം വചനമാകുന്ന വിത്തകത്ത് വന്നതിന് ശേഷമാണ്. പരിശുദ്ധ റൂഹ എന്നിൽ പരിവർത്തിച്ചു. പാഴും ശൂന്യമായ എൻ്റെ ജീവിതത്തെ പരിശുദ്ധ റൂഹ പരിവർത്തിച്ച് അത് പുനഃക്രമീകരിച്ചു. അതൊരു ഓർഡറിലേക്ക് വന്നു. അടുക്കും ചിട്ടയില്ലാതിരുന്ന ആ ജീവിതത്തെ ഇപ്പോൾ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവന്നു. അല്ലേ? ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം അങ്ങനെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അടുക്കടുക്കായി ദൈവവചനം വെളിപ്പെടാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങൾ അടുക്കടുക്കായി വെളിപ്പെടാൻ തുടങ്ങി. അങ്ങനെ അടുക്കടുക്കായി വെളിപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങൾ ഒന്നൊന്നായി. ജീവിതത്തിൽ ഒരിക്കലും വായിക്കാത്ത പുസ്തകമാണ് ലേവ്യ പുസ്തകമൊക്കെ. തമാശയ്ക്ക് പോലും തുറന്നു നോക്കിയിട്ടില്ലാത്ത പുസ്തകമാണ്. നമുക്ക് എന്നാ കാര്യം അതുമായിട്ട്? അയ്യോ, 10ാം ക്ലാസ് വരെ പഠിച്ച കാലത്തൊക്കെ വായിച്ചത് 91-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, പിന്നെ ഏത് സങ്കീർത്തനമാണ്? അങ്ങനെ 1-2 സങ്കീർത്തനമുണ്ട്. സുവിശേഷങ്ങളിൽ നിന്ന് എന്തൊക്കെ വായിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരു കാര്യത്തിനും നമ്മൾ പോയിട്ടില്ല. നമ്മൾ അന്നേരം ഇങ്ങനെ ചിന്തിച്ചേ ഇത്രേ ഉള്ളൂ. വലിയ ലോൺ എടുത്തുള്ള കളിക്കൊന്നും പോകണ്ട, അത്യാവശ്യം കുറിയലൈസോനൊക്കെ പറഞ്ഞ് കുരിശു വരച്ച് അത്താഴുണ്ട് കിടന്നുറങ്ങുക. അല്ലാതെ നമ്മളിതേ പെതിക്കോസുകാരുടെ കൂട്ടൊക്കെ ഇതിങ്ങനെ അരിച്ചു പറക്കി നോക്കി അങ്ങനെ അരിച്ചു പറക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാണ്. ഇതൊരു ട്രഷറല്ലേ ഇത്? ഈ ട്രഷറി തുറന്നിങ്ങ് തരികയാ ഇപ്പോ, അല്ലേ? അവിടുത്തെ വലിയവനായ ദൈവത്തിന് നമ്മോട് പ്രിയം തോന്നിയിട്ട് ഇതിനകത്തുനിന്ന് തുറന്നു കിട്ടുന്ന മുഴുവനും എന്താ? ഗുപ്തനിധികളാണ്. ഗുപ്തനിധികൾ എന്താ? ഗുപ്തനിധികളിൽ മറഞ്ഞിരിക്കുന്നത് തൻ്റെ പ്രിയപുത്രനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളാണ്. പഴയ നിയമത്തിൽ എവിടെ നമ്മൾ ഡ്രിൽ ചെയ്ത് ചെന്നാലും കാണുന്നത് പുത്രനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, പഴയ നിയമത്തിലെ വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞു വെച്ച കാര്യം, പുതിയ നിയമത്തിലെ വിശുദ്ധ അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച കാര്യം, ഈ കാര്യങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ച് വിലപ്പെട്ട നിധികളാണ്. ഇതിന്റെ വെളിപ്പാടുകൾ, ഇതിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞു മനസ്സിലായോ? ഈ വെളിപ്പാടുകൾ, ഈ ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിലെ കരങ്ങൾ ഉയർത്തി പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത്. കൊള്ള കണ്ടുകിട്ടിയ മനുഷ്യരാണ്. കൊള്ള എന്ന് പറയുന്നത് എന്താ? കൊള്ള എന്താ ഉദ്ദേശിക്കുന്നത്? നാട്ടിലുള്ള ആരുടെയെങ്കിലും എന്തെങ്കിലും കൊള്ളയടിച്ചോണ്ട് വരുന്ന കാര്യമാണോ? വല്ല ബാങ്ക് കൊള്ളയടിച്ചോണ്ട് വരുന്ന കാര്യമാണോ? ആത്മീയർക്കേ ആത്മീയം മനസ്സിലാകുകയുള്ളൂ.
ആത്മീയർക്ക് ആത്മീയം മനസ്സിലാകുകയുള്ളൂ, പ്രാകൃതന്മാർക്ക് ആത്മീയം മനസ്സിലാകില്ല. മനസ്സിലാകുമോ? നിങ്ങളിത് ചിന്തിച്ചു നോക്കി. ബൈബിളിലെ ആത്മീയ സത്യങ്ങൾ നമ്മൾ പങ്കുവെക്കുക. യേശു പറഞ്ഞു ഞാൻ വാതിലാകുന്നു. അപ്പോൾ ഒരു പെന്തിക്കോസ് പാസ്റ്റർ അത് വെച്ചിട്ട് പ്രസംഗിക്കുക. ഉടനെ ഇവന്മാർ ചോദിക്കുക നിങ്ങളുടെ യേശു എന്നാ വാതിലാണോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും മറുപടി പറയാൻ പറ്റുന്നത്? ആ കൂട്ടത്തിൽ നിന്നൊക്കെ പുറത്തു വന്നവരാ കേട്ടോ ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം. ആ കൂട്ടത്തിൽ നിന്നൊക്കെ ദൈവസന്നിധിയിൽ തകർന്നെന്നുറങ്ങിയ ഹൃദയത്തോടെ മടങ്ങാവുള്ളൂ. ഇന്ന് ദൈവസന്നിധിയിൽ തകർന്നെന്നുറങ്ങിയ ഹൃദയത്തോടെ ഒന്ന് മടങ്ങാവുള്ളൂ. മണ്ടത്തരങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നടന്ന മനുഷ്യരാ നമ്മളല്ല. മണ്ടത്തരങ്ങളല്ല, മഹാമണ്ടത്തരങ്ങൾ, പോട്ടത്തരങ്ങൾ. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ മനുഷ്യരാണ്, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞവരാണ്. എഫേസ്യ ലേഖനം പറയുന്ന പോലെ മുമ്പേ നാം ഇരുളായിരുന്നു. ഇരുളിലായിരുന്നു ഈ കുർബാനയൊക്കെ കൊണ്ടത്, ഇരുളിലായിരുന്നു ഈ കുർബാനയൊക്കെ കണ്ടത്. ഇരുളിലായിരുന്നു ഈ പെരുന്നാളും ബാൻഡ് സെറ്റും വെടിക്കെട്ടും ഉടുക്കുകൊട്ടും സകല പരിപാടികളും ഇരുട്ടിലിരുന്നായിരുന്നു. ഇപ്പൊ വെളിച്ചത്തിലേക്ക് വന്നപ്പോഴോ? വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള നല്ല ബോധ്യമായി, നല്ല ബോധ്യമാ. ഇന്ന് കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാ നമ്മള്, കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാ. എന്തുകൊണ്ടാ? നമുക്ക് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമൊന്നും അറിയില്ലായിരുന്നേ. ഇന്നത് തുറന്നു തരികയല്ലേ. എത്രയോ നാളുകളായി നമ്മൾ ഓരോരോ ടോപ്പിക്കുകൾ പറയുന്നു. നമ്മളെ ചില ആൾക്കാർ കളിയാക്കാൻ വരും, ടാബർനാക്കിൾ എന്നൊക്കെ പറഞ്ഞ്. ഇവരെന്നെ ടാബർനാക്കിളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചൊക്കെ പറഞ്ഞു വരും. അയ്യോ, സഹതാപം അല്ലാതെ എന്താ പറയുന്നത്? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരു സീരിയസ് സബ്ജക്റ്റാണ് അച്ചോ അത്. നിങ്ങൾ സെമിനാരിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? പഠിക്കാത്തതാണ് നിങ്ങളുടെ കുഴപ്പം. അതൊക്കെ പഠിക്കണമായിരുന്നു. ബൈബിളിൽ ഇത്രയും സീരിയസ് ആയൊരു സബ്ജക്റ്റ് ഉണ്ടോ? ഇങ്ങനൊരു സബ്ജക്റ്റ് എൻ്റെ അറിവിലില്ല. ഇത്രയും സീരിയസ് ആയൊരു സബ്ജക്റ്റ്. ഡയറക്റ്റ് 50 അധ്യായങ്ങളാണ് ടാബർനാക്കിളിനെ കുറിച്ചുള്ള സ്റ്റഡി ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും നിൽക്കുന്നത്. ഡയറക്റ്റ് 50 അധ്യായങ്ങൾ, 50 ചാപ്റ്റേഴ്സ്. അതല്ലാതെ എത്ര അധ്യായങ്ങളാ? ഈ വിഷയം പരാമർശിക്കപ്പെടുന്ന, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ചില പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകത്തിലൊക്കെ ടാബർനാക്കിൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അതൊന്നും ഞാൻ ഈ 50 അധ്യായത്തിൽ കൂട്ടിയിട്ടില്ല. ന്യായാധിപന്മാരുടെ കാലത്ത് ടാബർനാക്കിളാണുള്ളത്, അതൊന്നും കൂട്ടിയിട്ടില്ല. 1 ശമൂവേൽ 2 ശമൂവേൽ, ഈ പറയപ്പെടുന്ന 2 പുസ്തകങ്ങൾ, അതൊന്നും കൂട്ടിയിട്ടില്ല. പിന്നീടോ 1 ദിനവൃത്താന്ത പുസ്തകം, ദാവീദിന്റെ കാലം, 1 ദിനവൃത്താന്തം, ഫസ്റ്റ് ക്രോണിക്കൽ, ആ കാലം, അതിൽ മുഴുവനും ടാബർനാക്കിളാണ് പരാമർശിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും സീരിയസ് ആയ സബ്ജക്റ്റാണത്. അതേസമയം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അവന്റെ വീഴ്ചയെക്കുറിച്ച്, തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വെറും 3 ചാപ്റ്ററേ ഉള്ളൂ ബൈബിളിൽ. വെറും 3 ചാപ്റ്റർ. അത് കേൾക്കാത്ത അച്ഛന്മാരുണ്ടെങ്കിൽ കേട്ടോ. 3 ചാപ്റ്ററേ ഉള്ളൂ. അതേസമയം ഈ പറയപ്പെട്ട കാര്യത്തിന് 50-ലധികം ഡയറക്റ്റ് അധ്യായങ്ങളാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന പുസ്തകങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞ 5-6 പുസ്തകങ്ങൾ. അത്രയും വലിയ സബ്ജക്റ്റാണ്. അത് മാത്രമല്ല, രക്ഷയെക്കുറിച്ച് ആഴത്തിൽ ഒരാളെ ധരിപ്പിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോകണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ ആ വാക്യം, ആദ്യത്തെ 2 വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യം. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് ദൈവസന്നിധിയിൽ തന്നെത്താൻ ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചെന്നാണ് വായിക്കുന്നത്. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും വഴിപാട് യാഗത്തിന്റെ കാര്യം എഴുതിയിട്ടുണ്ടോ? ഈ വിഷയത്തിന്റെ ആഴം പഠിക്കണമെങ്കിൽ, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ സമാഗമന കൂടാരം വരെ പോകേണ്ടി വരും. അവിടം വരെ പോകാനുള്ള വണ്ടിക്കൂലിക്കാശ് കയ്യിലില്ലെങ്കിൽ അത്യാവശ്യം യെരുശലേം ദേവാലയത്തിന്റെ മുൻപിൽ വരെ ചെല്ലുക. അവിടെ ചെന്നാൽ ഗമാലിയലുണ്ട്, പുള്ളിയോട് ചോദിക്കുക ഇതൊക്കെ എന്നതാണെന്ന് ചോദിക്കുക. പുള്ളിക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഇടയിൽ വിശേഷാൽ കർത്താവ് വേലയ്ക്ക് വിളിച്ച അവന്റെ അഭിഷിക്തന്മാരുടെ മുമ്പിൽ വന്നാലേ ഇതിന്റെ ഉത്തരവൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാതെ ചുമ്മാ ഏതാണ്ട് കൈവപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ ചെന്നാലൊന്നും ഇതിന് ഉത്തരം കിട്ടില്ല. ഉത്തരം കിട്ടണമെങ്കിൽ വെളിപ്പാട് പ്രാപിച്ച ദൈവദാസന്മാരുടെ മുമ്പിൽ വരണം. അത്തരക്കാർ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കും. അപ്പൊ ഈ വിഷയം വിശദീകരിക്കണമെങ്കിൽ സമാഗമന കൂടാരത്തിന് മുൻപിലിരിക്കുന്ന യാഗപീഠത്തിന്റെ അടുക്കൽ വരണം. അവിടെ പലവിധമായ യാഗങ്ങളുണ്ട്. വിശേഷാൽ 5 പ്രധാന യാഗങ്ങളുണ്ട്. ആ യാഗങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ക്രിസ്തു തന്റെ ജീവിതം അങ്ങനെ ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എഫേസ്യ സഭയോടൊരു ആഹ്വാനമാണ്.
ആ മാതൃക, ആ പാറ്റേൺ നിങ്ങൾ പിന്തുടരണം. നിങ്ങൾ അവന്റെ കാൽച്ചൂടുകൾ പിന്തുടരണമെന്ന് പത്രോസും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നമ്മെ സ്നേഹിച്ച ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചെങ്കിൽ നാം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിച്ച് പ്രിയപുത്രന്മാരെന്ന നിലയിൽ നാമും അങ്ങനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പുത്രനെ പോലെ നാമും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതല്ലേ അതിന്റെ ആഹ്വാനം. അതൊക്കെ ഒരു വ്യക്തി മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പോയി പഠിക്കേണ്ടി വരും. അല്ലാതെ ചുമ്മാ ഞായറാഴ്ച രാവിലെ 8 മണിക്കോ 9 മണിക്കോ പോയി ആ ഏറ്റവും പുറകെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആമേൻ ആമേൻ എന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് ഗുരുജി വരയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. അതുകൊണ്ടൊന്നും നിങ്ങൾ വചനം പഠിക്കില്ല സഹോദരങ്ങളെ, വചനത്തിൽ വളരില്ല. വചനത്തിന്റെ ഉള്ളടക്കവും അതിന്റെ കാമ്പും അതിന്റെ ആഴവും ഗ്രഹിക്കണമെങ്കിൽ ചുമ്മാ വായിച്ചിട്ടൊന്നും കാര്യമില്ല. ആദ്യപടി എന്ന് പറയുന്ന വീണ്ടും ജനനം നടക്കണം. വചനമാകുന്ന വിത്തൊരുവന്റെ ഉള്ളിൽ വരണം. വിത്തുള്ളിൽ വന്നെങ്കിൽ മാത്രമേ വീണ്ടും ജനനം നടക്കൂ. അങ്ങനെ വീണ്ടും ജനിച്ചവന് മാത്രമേ വചന സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ, ഇതിന്റെ ആഴങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. വീണ്ടും ജനിക്കണം. അവിടെയാണ് നമ്മൾ 119 സങ്കീർത്തനത്തിലെ വാക്യം പറഞ്ഞ് ഞങ്ങൾ കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാണെന്ന്. അല്ലേ? വെളിപ്പാടുകളുടെ ഒരു ലോകമല്ലേ തുറന്നു കിട്ടിയത്. എങ്ങനെ നടന്നതാ? അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ ആയിട്ട് നടന്നതാ. അപ്പൊ ഇപ്പൊ ഇല്ലെന്ന് ചോദിച്ചാൽ അതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കുകയല്ലേ. മറ്റു മനുഷ്യരെ ശ്രേഷ്ഠരായിട്ട് എണ്ണാൻ കഴിയുന്നുണ്ടല്ലോ. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ കുറിച്ചുള്ളൊരു ഭാരം ഉള്ളിലില്ലേ? നമ്മളെ പള്ളു പറയുന്നവനും ചീത്ത പറയുന്നവനും ദൈവമേ ആ ക്രൂശിന് മുമ്പാകെ ഒന്ന് സറണ്ടർ ചെയ്യപ്പെട്ട് നിന്റെ സ്നേഹത്താൽ അവരൊന്ന് പിടിക്കപ്പെട്ട് നിന്റെ വചനത്തിന്റെ പ്രകാശനത്തിൽ അവരൊക്കെ ഒന്ന് നടക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നോ? നമ്മൾ തോന്നിയതുപോലെ നടക്കുകയായിരുന്നു. പിന്നെ മറ്റുള്ളവർ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നത്? ഇന്ന് നമുക്കതിനൊക്കെ കഴിയുന്നുണ്ട്. അതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനും ആ നിലയിൽ പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിലുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ചലിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ തുടക്കം നമ്മൾ കാണുന്ന കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. ഇവിടെ ഒരു കൂടാരത്തെ കുറിച്ച് പറയാണ്, നമ്മുടെ മൺകൂടാരം, ഈ ശരീരമാകുന്ന മൺകൂടാരം. ഇത് ഗൗരവമായൊരു പഠന വിഷയമാണ്. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോഴാണ് ഒരു സൈഡിൽ ടാബർനാക്കിൾ വെച്ച് പഠിപ്പിക്കുന്നത്. ഒന്ന് അഴിഞ്ഞു പോയാൽ മറ്റൊന്നുണ്ടെന്ന് അവിടെ പറയുന്നത്. ഒന്ന് അഴിഞ്ഞു പോയാൽ മറ്റൊന്നുണ്ടെന്ന്. ഈ പഠനത്തിലാണ് മോശയുടെ ടെമ്പററി കൂടാരം, മറു സൈഡിൽ ശലോമോൻ പണി കഴിപ്പിച്ച പെർമനന്റ് സ്ട്രക്ചർ. ഈ കാര്യം പഠിക്കുമ്പോഴാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മൺമയ കൂടാരത്തിൽ സഞ്ചരിച്ച കാര്യം പറയുന്നത്. അപ്പോൾ തന്നെ യേശു ക്രിസ്തു പിന്നത്തേതിൽ ഒരു വിൺമയ കൂടാരത്തിലേക്ക് പ്രവേശിച്ച കാര്യം പറയും. മോശയുടെ താൽക്കാലിക കൂടാരം, ശലോമോന്റെ പെർമനന്റ് ആയ ആ ഒരു മഹത്തായ ആലയം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന യേശു ക്രിസ്തു മൺമയമായ കൂടാരത്തിൽ, പിന്നത്തേതിൽ അവനൊരു വിൺമയ കൂടാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അടുത്തപടി നാം ഇപ്പോൾ മൺമയമായ കൂടാരത്തിൽ സഞ്ചരിക്കുന്നു, പിന്നത്തേതിൽ ഒരു വിൺമയ കൂടാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഈ മൺമയ കൂടാരത്തിന് രൂപാന്തരം വന്ന് നാം ഒരു വിൺമയ കൂടാരം ധരിക്കുകയാണ്. ഇതിന് മീതെ ഒരു കൂടാരം, ഒരു വിൺമയ കൂടാരം ധരിക്കുന്ന ദിവസം സമാഗതമായിരിക്കുകയാണ്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ നാം അതിലേക്ക് അതിദ്രുതഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ പറയുന്ന കാര്യം. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. അതങ്ങനെ പറഞ്ഞ് താഴേക്ക് വന്നിട്ട് 2 കൊരിന്ത്യർ ലേഖനം 4-7 വായിച്ചേ. കേട്ടില്ലേ? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് വേണ്ടി പുതുപ്പള്ളി പള്ളിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ളതാണോ പറയുന്നത്? എന്താ സഹോദരങ്ങളെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഉയരത്തിലെ നിക്ഷേപം എവിടെയാ പകരുന്നത്? ഈ ഉയരത്തിലെ നിക്ഷേപം പകരുന്നത് നമ്മുടെ മൺകൂടാരത്തിലാണ്. മൺകൂടാരത്തിൽ നിക്ഷേപം പകരണമെങ്കിൽ ആ മൺകൂടാരം ഒരുക്കപ്പെടണം. മൺകൂടാരം ഒരുക്കപ്പെടണം. ഒരുക്കപ്പെട്ട മൺകൂടാരത്തിലെ നിക്ഷേപം പകരുകയുള്ളൂ. ഇത് പർവ്വതത്തിലെ മാതൃക പ്രകാരം പണിയണം. കൂദാശ കൊണ്ടൊന്നും നിക്ഷേപം ലഭിക്കില്ല കേട്ടോ. ഒരു കൂദാശ കൊണ്ടും നിങ്ങൾക്ക് നിക്ഷേപം ലഭിക്കില്ല. വീണ്ടും ജനിക്കണം.
ഈ മൺശരീരം സമർപ്പിക്കപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇതിൽ ആരംഭിക്കണം. എങ്കിൽ മാത്രമേ ഉയരത്തിലെ നിക്ഷേപം ഇതിൽ വരികയുള്ളൂ. ആ നിക്ഷേപം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരല്ലേ. പിന്നെ നിങ്ങൾ ഓർക്കുക, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ലഭിക്കാത്ത കാര്യം അവർക്ക് കിട്ടിയ കൊള്ളയൊക്കെ വേറെയാ. ദാവീദിന് ലഭിക്കാത്ത കൊള്ള, മറ്റു പലർക്കും ലഭിക്കാത്ത കൊള്ള, ആ കൊള്ളയാണ് ഇവിടെ പറയുന്ന കൊള്ള. ഉയരത്തിലെ നിക്ഷേപം നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുകയാണ്. ഏറിയ രാജാക്കന്മാരും ഏറിയ പ്രവാചകന്മാരും കേൾക്കുവാനും കാണുവാനും ആഗ്രഹിച്ച കാര്യങ്ങൾ അവരുടെ കണ്ണിന് അതൊന്നും തുറന്നു കിട്ടിയില്ല. അവരുടെ കാതിന് അതൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം കാണുവാനും കേൾക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ് നാം. അതുകൊണ്ടാണ് ഞാൻ അസന്നിഗ്ധമായി വീണ്ടും വീണ്ടും പറയുന്നു, സകല സൂര്യാനി ക്രിസ്ത്യാനികളും കേട്ടോ, ഞങ്ങൾ കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാണ്. ഞങ്ങൾ കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാണ്. ഇന്നലെ വരെ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ച ശരീരമായിരുന്നു. ഇന്നോ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കപ്പെട്ട ശരീരമാണിത്. ഈ മൺകൂടാരത്തിൽ ഉയരത്തിലെ നിക്ഷേപമുണ്ട്. ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് മന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചന ഞങ്ങളുടെ മേലുണ്ട്. ഇതിൽ പര എന്തു വേണം? ഇതിൽ പര എന്തു വേണം? ഞങ്ങളെക്കാളും ധനാഢ്യരാണ് അദാനിയും അംബാനിയും ഒക്കെ. പക്ഷെ ദൈവവിഷയമായി അവരെല്ലാം പാപ്പരാണ്. ഞങ്ങൾ ദൈവവിഷയമായി സമ്പന്നരായ മനുഷ്യരാണ്. എല്ലാം മഹാകൃപയാണ്. അവിടുന്ന് പകർന്നതാണ്. അതെല്ലാം അവിടുത്തെ കൃപയാലതെല്ലാം പകരപ്പെട്ടതാണ്. എന്തെല്ലാം പറഞ്ഞത്? ഈ കൊള്ളയെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? കൊള്ള വിഭാഗിക്കുകയാണ് നമ്മളിപ്പോ, അല്ലേ? കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി കൊള്ള വിഭാഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലഭിക്കപ്പെട്ട കൊള്ള ഞാൻ കൂട്ടു സഹോദരങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമകാലത്തെ രീതി അനുസരിച്ച് യുദ്ധത്തിന് യുദ്ധനിയമങ്ങളുണ്ട്. ആ യുദ്ധനിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാത്തവരാണ് വന്ന് പുലഭ്യം പറയുന്നത്, ജീവനുള്ള ദൈവത്തെ പുലഭ്യം പറയുന്നത്. അവരെ വിഡ്ഢികൾ എന്നല്ലാതെ വേറൊരു വാക്കും വിളിക്കാനില്ല. ദൈവവചനത്തിന്റെ പ്രകാശനം അവർക്ക് ലഭിച്ചിട്ടില്ല. സ്വർഗത്തിലെ ദൈവം അവർക്ക് അത് തുറന്നു കൊടുത്തിട്ടില്ല. അവർ കൊള്ളാന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ വേറെ കൊള്ളകളൊക്കെയാണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് അതിനൊക്കെ അർത്ഥങ്ങളും ആഴങ്ങളും ആത്മീയ അർത്ഥങ്ങളും ഒക്കെയുണ്ട്. അതെല്ലാം വെച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാണ്. അതൊരു ഭാഷാപ്രയോഗമാണ് സഹോദരങ്ങളെ, അതൊരു ഭാഷാപ്രയോഗമാണ്. പല കാര്യങ്ങളും അങ്ങനെയാ. കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യർ, നമ്മുടെ നാട്ടിൽ പറയില്ലേ ലോട്ടറി അടിച്ചതുപോലെ എന്നൊക്കെ പറയില്ലേ, അതിന്റെ അർത്ഥം തന്നെ ലോട്ടറി അടിച്ചിട്ടാണോ അങ്ങനെ പറയുന്നത്? ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അർഹിക്കാത്ത കാര്യങ്ങൾ കയ്യിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു നാടൻ പ്രയോഗം അത്. അവന് ലോട്ടറി അടിച്ചെന്നാ തോന്നുന്നതെന്ന്. ആരെവിടെ എന്നാ ലോട്ടറി അടിച്ചിട്ടാ? അത് നമ്മുടെ ഒരു ഭാഷാപ്രയോഗമാണ് മലയാളികളുടെ. അതുപോലെ തന്നെ പുരാതന ലോകത്തെ ഒരു ഭാഷാപ്രയോഗമായിരുന്നു കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും കൊള്ളയിടാൻ പോയിന്നോ കൊള്ള കിട്ടിയെന്നൊന്നും അല്ല അർത്ഥം. അതായത് മറിഞ്ഞിരുന്ന മർമ്മങ്ങളെ തുറന്നു കിട്ടിയ ആളുകൾ. സഹോദരങ്ങളെ, പുരാതന കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മൺഭരണികളിൽ വിലപിടിപ്പുള്ള നിക്ഷേപങ്ങൾ, സ്വർണമാകട്ടെ വജ്രമാകട്ടെ മറ്റ് നിക്ഷേപങ്ങളാകട്ടെ, അതെല്ലാം അങ്ങനെ സീൽ ചെയ്ത് ഭൂമിക്കടി കുഴിച്ചിടും. രാജാക്കന്മാരും മറ്റുള്ളവരൊക്കെ പിടിക്കപ്പെടുമെന്ന് തോന്നുകയാണ്. മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കുന്നു, പിടിക്കപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരിതെല്ലാം കുഴിച്ചിട്ടിട്ട് ഇവർ വേറെ തുരങ്കം വഴിയൊക്കെ രക്ഷപ്പെട്ടു പോകും. പിന്നീട് എപ്പോഴെങ്കിലും വന്നത് കുഴിച്ചെടുക്കാൻ വേണ്ടി. പിന്നീട് അവർ ഈ ജമ്മത്ത് ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ മണ്ണിനടി കിടന്ന കാര്യങ്ങളൊക്കെ പിൽക്കാലത്തെ ആളുകൾക്ക് ലഭിക്കപ്പെടുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ലഭിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് പൊതുവെ പറയുന്നത് കൊള്ള കണ്ടു കിട്ടിയെന്ന് പറയുന്നത്. കുഴിച്ചിട്ട സാധനങ്ങളൊക്കെയാ. വലിയ അധ്വാനിക്കാതെ തന്നെ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുകയാണ്. നിലം കുഴിക്കുമ്പോഴാകാം, വേറെ പല രീതിയിലാകാം. ഇനി അഥവാ അതല്ലാതെ തന്നെ കൂട്ടിക്കോ, ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അവരുടെ ട്രഷറിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെടുക്കും. അതാണ് പഴയ രീതി. അത് പഴയകാല രീതിയാണ്. എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന രീതിയാണത്. അതിനൊക്കെ വിശദീകരണങ്ങളുണ്ട്, നമുക്ക് കൂടുതൽ വിശദീകരണങ്ങളുണ്ട്. ഇപ്പൊ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല, അവിടെ പറഞ്ഞങ്ങ് വിടുകയാണ്. എന്നിട്ട് ഞാൻ വാക്കുകൾ വേഗം അവസാനിപ്പിക്കാം. അപ്പൊ അങ്ങനെ ഈ നിക്ഷേപങ്ങളൊക്കെ ലഭിക്കപ്പെട്ട മനുഷ്യര് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് കൊള്ള കണ്ടു കിട്ടിയവനെ പോലെന്ന്. നമ്മെ സംബന്ധിച്ച് ഒരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയം എന്ന നിലയിൽ, തന്റെ മന്ദിരം എന്ന നിലയിൽ
നമ്മെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിലിങ്ങ് വരുന്ന നാം ഇന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ മന്ദിരമാണ്. ഇന്നൊരു യെരൂശലേം ദേവാലയം ഇല്ല, ഇന്നൊരു സമാഗമന കൂടാരമില്ല. പകരം ഈ മൺകൂടാരമാണ് ദൈവത്തിന്റെ ആലയം. ഇതാണ് ദൈവാലയം, ഇതാണ് ദൈവാലയം. വേറൊരു ദൈവാലയം ഇല്ല. അപ്പൊ ഇവിടെ പറയുന്ന ഈ പള്ളികളൊക്കെയോ, പുതുപ്പള്ളി, എടപ്പള്ളി, മറ്റേ പള്ളി എന്നൊക്കെ പറയുന്നത്, അതെല്ലാം വഞ്ചനകളാണ്. അതെല്ലാം ആളെ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിയാണ്. അതൊന്നും ദൈവത്തിന്റെ ആലയങ്ങളല്ല. അതൊക്കെ അതാത് മതസ്ഥര്, അതാത് സംഘക്കാർ അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒത്തുകൂടുന്ന സ്ഥലങ്ങളാണ്. ബൈബിളിനെ മുൻനിർത്തിക്കൊണ്ട് അത് ദൈവത്തിന്റെ ആലയം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പെന്തിക്കോസുകാർ ഒത്തുകൂടുന്ന കെട്ടിടങ്ങളൊന്നും ദൈവത്തിന്റെ ആലയമല്ല. ദൈവത്തിന് ഒരേ ഒരു ആലയമേ ഉള്ളൂ ഈ പുതിയ നിയമകാലത്ത്. അത് ഞാനും നിങ്ങളുമാകുന്ന ആലയമാണ്. ഇപ്പൊ കൊരിന്ത് ലേഖനത്തിൽ നിന്ന് വായിച്ച മൺകൂടാരമാണ്. ഈ മൺകൂടാരമാണ് സമാഗമന കൂടാരത്തിന്റെ പൊരുളായി നിൽക്കുന്നത്. നമുക്ക് നിഴലായി സമാഗമന കൂടാരം നിൽക്കുന്നു. നാം ഇന്ന് പൊരുളായി നിൽക്കുന്ന മൺകൂടാരമാണ്. ആ സമാഗമന കൂടാരത്തിൽ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ അതെല്ലാം നാം ആകുന്ന മൺകൂടാരത്തിലും വേണം. ഇതൊക്കെ നമ്മുടെ ആ പഠനങ്ങളിൽ ഉള്ളതാണ്. പറഞ്ഞു വന്നേ എന്താ, ഈ മൺകൂടാരത്തിൽ ഉയരത്തിലെ നിക്ഷേപം പകർന്നിരിക്കുകയാണ്. ഉയരത്തിലെ നിക്ഷേപം. ആ തിരിച്ചറിവുകളിലേക്ക് നാം വന്നു കഴിയുമ്പോൾ, ഇതെല്ലാം തിരിച്ചറിവുകളല്ലേ സഹോദരങ്ങളെ? മറഞ്ഞിരുന്ന മർമ്മങ്ങളാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. അനേക കാര്യങ്ങൾ, തേജസ്സിന്റെ സുവിശേഷം നമുക്ക് മറനീക്കി തുറന്നു കിട്ടി. അതെല്ലാം തുറന്നു കിട്ടിയപ്പോഴാണ് നമ്മൾ പറയുന്നത്, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം സ്വർഗീയ ദാനം ആസ്വദിച്ചവർ. ശമരിയക്കാരോട് പറഞ്ഞില്ലേ, നിനക്ക് ദാനം നൽകാൻ കഴിവുള്ളവനാ നിന്റെ അടുക്ക നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ? രക്ഷ കൊടുക്കാൻ കഴിയുന്നവൻ, രക്ഷിക്കുന്നവൻ അല്ലേ? അങ്ങനെയല്ലേ? നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവളോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നാം ഇന്ന് പറയുന്നത്. ആ രക്ഷ അനുഭവിച്ചു, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരുവാൻ കഴിഞ്ഞു, വെളിപ്പാടുകളുടെ ലോകത്തിലേക്ക് വരുവാൻ കഴിഞ്ഞു. അതെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ പറയുകയാണ് കൊള്ള കണ്ട് കിട്ടിയ മനുഷ്യരാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ എന്തിനാ ഇവര് ചീത്ത പറയാൻ വരുന്നത്? നമ്മള് പരിമലപ്പള്ളി കൊള്ളയടിക്കാൻ ചെന്നിട്ടുണ്ടോ? എടപ്പള്ളി പള്ളി കൊള്ളയടിക്കാൻ ചെന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നാ മണർകാട് പള്ളി കൊള്ളയടിക്കാൻ ചെന്നിട്ടുണ്ടോ? പിന്നെ നമ്മളെ കൊള്ളക്കാരെന്ന് വിളിക്കുന്നത് എന്തർത്ഥത്തില? നമ്മൾ പറഞ്ഞൊരു ആത്മീയ വിഷയമല്ലേ? ആ ആത്മീയ വിഷയത്തിന് അതിന്റെ ആത്മീയ തലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ചീത്ത വിളിക്കുന്നത് അത് ദുഷ്ടാത്മാവിലല്ലേ, അല്ലെങ്കിൽ അത് ദുരാത്മാവിലല്ലേ ഈ ചീത്ത വിളിക്കാൻ വരുന്നത്? പരിശുദ്ധാത്മാവിൽ ഒരുവൻ അങ്ങനെ പറയാൻ കഴിയുമോ? വിശുദ്ധ ബൈബിൾ തുറന്നു വെച്ചിട്ടല്ലേ നമ്മൾ ഈ ആത്മീയ സത്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതിന് മറുപടി ആത്മീയമായിട്ടല്ലേ പറയേണ്ടത്. പകരം ചീത്ത പറഞ്ഞാൽ ഈ എവിടെ ചെന്ന് അവസാനിക്കും? അവിടെ സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കിയാണ്. ഈ ഒരു ചുരുങ്ങിയ സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തുകൂടി ചില ചിതറിയ ചിന്തകളാണ് ചിന്തിച്ചത്. നമ്മോടുള്ള ബന്ധത്തിൽ പലരും ഇടപെട്ടതും സംസാരിച്ചതും എന്താ പറയുക, വാദഗതികൾ കൊണ്ടുവന്നതുമായ കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്നോണം നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. വെല്ലുവിളികളൊന്നും നമ്മൾ സ്വീകരിക്കുന്നവരല്ല. നമുക്കാരെയും വെല്ലുവിളിക്കാനും സമയമില്ല. കാര്യം പറയും, സ്നേഹത്തിൽ സത്യം സംസാരിക്കും, അത്രമാത്രം. ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. അതെല്ലാം വെല്ലുവിളികളൊന്നുമല്ല. മനുഷ്യർക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മീയ സത്യങ്ങൾ വിളമ്പുന്നത്. അല്ലെങ്കിൽ മനുഷ്യർക്ക് ഗ്രഹിക്കാനും അവരുടെ ആത്മീയ ജീവിതം യഥാസ്ഥാനപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നത്. അത് ചില മനുഷ്യർക്ക് പ്രയോജനമാണെന്ന് അവർ പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അൺസ്റ്റോപ്പബിൾ ആണ്. സത്യവചനം ഘോഷിച്ചുകൊണ്ടിരിക്കും, ആർക്കും തടയാൻ കഴിയില്ല. യഥാർത്ഥ സത്യസഭയുടെ പ്രവർത്തനം ഒരുത്തരും തടയാൻ കഴിയില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ അനുസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, കാഹളം ധ്വനിക്കുന്നത് വരെ. പ്രിയപുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഘോഷിച്ചുകൊണ്ടിരിക്കും. രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹമുള്ളവർ, പെട്ടകത്തിൽ കയറുവാൻ ആഗ്രഹമുള്ളവർ, തങ്ങളുടെ നിത്യത ഉറപ്പിക്കുവാൻ ആഗ്രഹമുള്ളവർ, ഞങ്ങൾക്ക് തീപ്പൊയ്കയിലേക്ക് പോകണ്ടെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങളുടെ വിശ്രമ ജീവിതം കീഴോട്ടല്ല ഉയരത്തിലേക്ക് തന്നെ ഭക്തന്മാരോടുകൂടെ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങലാണ് നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. അത്തരക്കാരെ ഉത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ നയം. അതുകൊണ്ട് ഇവിടെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക. അച്ഛൻ്റെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ തന്നെ. അതിൽ അടുത്ത ചോദ്യം, പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ആദ്യ വിശുദ്ധി ഇന്നുണ്ടോ, ആദ്യത്തെ വേർപാടുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി പറയുന്നതായിരിക്കും.
ഈ ആഴ്ചയിൽ തന്നെ. അടുത്ത ചോദ്യം, നിങ്ങൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ ആരാധിക്കാത്തത് എന്താണ്? നിങ്ങൾ എന്താണ് യേശു ക്രിസ്തുവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? ഇങ്ങനത്തെ വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് അവസാനത്തെ ചോദ്യം. ആ ചോദ്യങ്ങൾക്കും വരും ദിവസങ്ങളിൽ നമ്മൾ വ്യക്തവും കൃത്യവും സുവ്യക്തവുമായി മറുപടികൾ പറയും. അതൊരു സീരിയസ് ആയ ചോദ്യമാണ്. നമ്മളെ പല നിലകളിലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ചോദ്യമാണത്. നമ്മളെ അപമാനിക്കാനും നിന്ദിക്കുവാനും പാകത്തിന് തൽപര കക്ഷികൾ പടച്ചുവിടുന്ന ഒത്തിരി ആശയങ്ങളുണ്ട്. അതിനെയൊക്കെ മുനയൊടിക്കുമാറ് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് അതിൻ്റെ മറുപടികളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാം. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു.